സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എടുക്കണ മുമ്പ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയ ടെസ്റ്റിനെക്കാളും കുറച്ച് ഡിഫറെന്റാ. ബിക്കോസ് അതൊരു പ്രൊജക്റ്റീവ് സെമി പ്രൊജക്റ്റീവ് ടെസ്റ്റാ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇൻട്രോ അത് എടുക്കണ മുമ്പ് ചെറിയൊരു ഇൻട്രോ സാറിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് നാളത്തേക്ക് ആക്കിയിട്ട് ഇന്ന് നമ്മളുടെ സ്കെഡ്യൂളിൽ ഇല്ലാത്ത 2 ടെസ്റ്റാണ്. CY ബോക്സും പിന്നെ സ്കേഡ് SCARED എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്. CY ബോക്സ് നമ്മ കുട്ടികളിലെ OCD ഒബ്സഷൻസും കമ്പൽഷൻസും ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ സ്കേഡ് കുട്ടികളിലെ ആൻസൈറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അപ്പൊ അത് രണ്ടും നമ്മൾ നോക്കാൻ പോണേ. ഓക്കെ, നാളത്തെ നമ്മുടെ നാളത്തെ ലാസ്റ്റ് ക്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ചിലപ്പം അത് നാളെ ആയിരിക്കില്ല. അത് ഒരു ക്ലാസ് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ ഒരു ക്ലാസ് വെക്കും. അത് നിങ്ങൾ അറിയിക്കും എന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. പക്ഷെ അസസ്മെന്റ്സ് നാളത്തോടെ തീരും. അപ്പം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെയും കൂടെ ടൈം ഉണ്ട്. നാളെയും ചോദിച്ചാൽ, അതായത് ഇതുവരെ എടുത്ത ഏത് ടെസ്റ്റിന്റെയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെയും കൂടെ ചോദിക്കാൻ പറ്റും. ഇന്നും ചോദിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ടൈം ഉണ്ടാവും. ഈ 2 ടെസ്റ്റ് പെട്ടെന്ന് തീരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ അല്ല അഞ്ജന, പറയണോ? ഒന്നുകൂടെ പറയൂ. ഇല്ല ഒന്നുമില്ല. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? ആദ്യം നോക്കാൻ വേണ്ടത് CY ബോക്സ്. OCD ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കുട്ടികളൊരു 7 to ഒരു 10-12 വയസ്സിന്റെ താഴെ OCD ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഏജ് റേഞ്ചില് ഒരു 14 വയസ്സിലുള്ളത് കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു കുട്ടിക്ക് മെയിൻ ആയിട്ട് എന്ത് ടൈപ്പ് ഓഫ് OCD? ഒബ്സഷൻ അബൌട്ട് ഹെർ ഓൺ ഇമേജ്. അത് ഞാൻ എപ്പോഴും ഭയങ്കര അഗ്ലിയാണ് എന്നുള്ളൊരു തോട്ട് അത് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ പക്ഷെ അത് പിന്നീട് 15-16 ഇയേഴ്സ് ആയപ്പോഴേക്കും കുറച്ചൊരു സൈക്കോസിസ് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങില് OCD ആയിട്ടാ സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെയോ ആവാറുണ്ട്. ഒബ്സഷൻസ്, സൈക്കോസിസ്, ഹാലൂസിനേഷൻസ് ആവണ കേസസും ഉണ്ട്. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഒബ്സഷൻ എന്താ, കമ്പൽഷൻ എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയണതായിരിക്കും, എന്നാലും ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഒബ്സഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ടെന്ന് വെക്കാം. ഈ ബോട്ടിൽ ഇവിടെ ഉള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു തോട്ട് വരും, നീ ഇപ്പൊ ഈ ബോട്ടിൽ എടുത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ചില്ലേല് നിന്റെ വീട്ടിലായിരിക്കും എന്തെങ്കിലും സംഭവിക്കും, നിനക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം ശരിയാവില്ല, സംതിങ് ബാഡ് വിൽ ഹാപ്പൻ, യു വിൽ ഫെയിൽ ദ എക്സാം. അങ്ങനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇങ്ങനെ വരുമ്പോ നമുക്ക് ശരിക്കും ഈ ബോട്ടിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കണമെന്നോ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണമെന്നോ അല്ലെങ്കിൽ ആ സൈഡിൽ കൊണ്ട് വെക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ തോട്ട്സ് വരണ കാരണം ഈ തോട്ട്സ് ഒഴിവായി കിട്ടാൻ വേണ്ടി, ഒബ്സഷൻസ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ടിൽ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പം ഈ തോട്ട്സിനെയാണ് ഒബ്സഷൻസ് എന്ന് പറയണേ. നമ്മൾ ഈ തോട്ട്സ് കാരണം ചെയ്യണ ഈ ബിഹേവിയറിനെയാണ് കമ്പൽഷൻ എന്ന് പറയണേ. കമ്പലായിട്ട് നമ്മൾ ആ ചെയ്യണ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ അവരുടെ ശരിക്കും മോട്ടീവ് ഇത് വൃത്തിയാവണം, ഞാൻ നല്ല വൃത്തിയാവണം എന്നുള്ളതല്ല. അവർ ഓരോ വട്ടം ഹാൻഡ് വാഷ് ചെയ്യണം. നമ്മുടെ അടുത്ത് വന്ന ക്ലയൻസ് ഒരാളുണ്ടായിരുന്നു. ആള് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ 10 വട്ടം അതായത് ഇങ്ങനെ 10 വട്ടം ചെയ്യണം. അത് 10 കഴിഞ്ഞാൽ, അതായത് 11 ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് 17 വട്ടം ചെയ്യണം. പിന്നെ അത് ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് 29, അങ്ങനെ എന്തൊക്കെയോ നമ്പേഴ്സ് ഉണ്ട് ആൾക്ക്. അത്രയും വട്ടം ചെയ്യണം. അപ്പോ അതുകൊണ്ട് ആ ഒരു ഒബ്സഷൻ കാരണം ആളിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. കാണുന്ന അവർക്ക് തോന്നും ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര വൃത്തി കൊണ്ട് ഭയങ്കര ഒബ്സസ്ഡ് ആണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഒബ്സഷൻ കാരണം ആളിത് റിപ്പീറ്റ്, അപ്പൊ അവർക്കും അത് മടുപ്പാണ്. അതായത് അവർക്കും അത്
എൻജോയ് ചെയ്തിട്ടല്ല ചെയ്യണം. ഈ കുറെ വട്ടം ക്ലീൻ ചെയ്യണം അവരെ കാണാം, റിപ്പീറ്റഡ് ആയിട്ട് തുടച്ചുകൊണ്ടിരിക്കും. അത് അവർ എൻജോയ് ചെയ്തിട്ടോ ഞാൻ നല്ല വൃത്തിയാന്ന് വിചാരിച്ചല്ല ചെയ്യണം. അവർക്ക് അത് കാരണം മടുക്കും. ഇതെന്താ എത്രമാത്രം ചെയ്താലും ഒരു സമാധാനം അവർക്ക് കിട്ടില്ല. എത്ര വട്ടം ചെയ്താലും മൈൻഡിലെ തോട്ട് അപ്പോഴും നിന്റെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരും, ജേംസ് ഒന്നും പോയിട്ടില്ല, അങ്ങനെയുള്ള തോട്ട് വരുമ്പോ ആ തോട്ട് കാരണം അപ്പൊ അങ്ങനെ ഒരു മക്കൾക്ക് അസുഖം വരുന്ന ഒരു തോട്ടൊക്കെ വരുമ്പോ പിന്നെ നമുക്കത് മൈൻഡ് ആക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് ആൻഷ്യസ്. പിന്നെ OCD എന്ന് പറയുന്നത് തന്നെ ആൻസൈറ്റി സ്പെക്ട്രമിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പൊ അവർ ഓൾറെഡി ഒരു ആൻഷ്യസ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവരത് ഇതായിട്ട് അവർക്ക് ഫിയർ ഉണ്ടാവും. അപ്പൊ അത് പേടിച്ചിട്ട് അവരിത് ചെയ്തുകൊണ്ടിരിക്കണതാ, അല്ലാതെ അവർ എൻജോയ് ചെയ്ത് ചെയ്യണമെന്നല്ല. അപ്പൊ നമുക്ക് ഈ OCPD എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ ആരേലും? OCPD ആരേലും കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ ആ മൂവിയിൽ കാണുന്ന പോലെയുള്ള ഒരു മറ്റേ 24 കഥ ഫിലിമിൽ അങ്ങോട്ട് കണ്ടിട്ടില്ലേ? ഫഹദിന്റെ കംപ്ലീറ്റ് ലൈഫിൽ അവര് ചെയ്യുന്ന വൃത്തിയുടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോ അത് കുറച്ചും കൂടെ ലൈക് പാർട്ട് ഓഫ് അവരുടെ പേഴ്സണാലിറ്റി ആണ്, റാദർ ദാൻ ക്ലിനിക്കലി. അങ്ങനെയാന്ന് വിചാരിക്കണം കേട്ടോ. ക്ലിനിക്കലി അത് OCD ആയിട്ട് നമ്മള് എന്താ പറയാ, എനിക്കറിയില്ല, പേഴ്സണാലിറ്റി ആയിട്ട് ഉള്ള ബിഹേവിയർ. ഓക്കെ, അത് അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നോർത്ത് 24 അവർ കാണിച്ചത് OCD തന്നെയാണെന്ന് തോന്നണം. ആൾക്ക് OCD തന്നെയായിരുന്നു. OCPD എന്ന് പറയുന്നത് OCD ആയിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. അനാൻകസ്റ്റിക് പേഴ്സണാലിറ്റി എന്നും പറയും ആ പേഴ്സണാലിറ്റീനെ, അല്ലെങ്കിൽ ഒബ്സസീവ് ആൻഡ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറയും. അവരില് കൂടുതലായിട്ടുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ട്രേറ്റ് കൂടുതലായിരിക്കും. പെർഫെക്ഷനിസം കൂടുതലായിരിക്കും. അവർക്ക് ചെയ്യണ കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. സാധാരണ എല്ലാവരും 1 മണിക്കൂർ എടുത്ത് ചെയ്യണം, ഇവർ ചിലപ്പോൾ 1.5 മണിക്കൂർ എടുത്തൊക്കെ ആയിരിക്കും ചെയ്യണം. കുറച്ചധികം ടൈം എടുത്തിട്ട് വളരെ അവർ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. പിന്നെ അവർക്ക് അവരോടുള്ള എക്സ്പെക്ടേഷൻസും ബാക്കിയുള്ളവരോടുള്ള എക്സ്പെക്ടേഷൻസും വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തെന്നെ ലൈഫിൽ അച്ചീവ് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. പോരാ, ഇനിയും ചെയ്യണം. അവരുടെ എക്സ്പെക്ടേഷൻസ് എപ്പോഴും വളരെ ഹൈ ആയിരിക്കും. പിന്നെ അതുപോലെ ഒരു നീഡ് ഫോർ കൺട്രോൾ അവരിൽ കൂടുതലായിരിക്കും. അവര് വൈഫൊക്കെ ആണെങ്കിൽ അവര് വേണം വൈഫിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ള, അത് ടോട്ടലി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പൊ നമ്മൾ ഈ OCPD അതില് വൃത്തി, സോറി ടു ഇന്ററപ്റ്റ്. അപ്പൊ അതില് വൃത്തിയുടെ കാര്യത്തില് അങ്ങനെ വരണമെന്നില്ല. വേണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷെ പെർഫെക്ഷനിസത്തിന്റെ ഒരു ട്രേറ്റ് ഉണ്ടല്ലോ. അപ്പൊ ചില ആൾ വൃത്തിന്റെ കാര്യത്തിലും പർട്ടിക്കുലർ ആയിരിക്കും. അവരിൽ ഇങ്ങനെ ഉണ്ട്. അതായത് അവര് കാര്യങ്ങൾ ചെയ്യണത് ഭയങ്കര കോമൺലി, ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഇവിടെയുള്ള 8 പാർട്ടിസിപ്പന്റിൽ തന്നെ ഒരാൾക്ക് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനുണ്ട് കേട്ടോ. OCPD ആണ്. അപ്പൊ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതായില്ലെങ്കിൽ അതാവണ വരെ അവർക്ക് സമാധാനം ഇല്ല, അങ്ങനെയാണ്. അതായത് ചെയ്യാൻ കാര്യം നല്ല വൃത്തിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അവർ അതിനു വേണ്ടി കുറെ സമയം എടുത്ത് അത് ചെയ്യും. അത് ചെയ്തിട്ട് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. പക്ഷെ OCDയിൽ അങ്ങനെയല്ല. അവർ എത്ര ചെയ്താലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ OCPDയിലുള്ള ആൾ ഒരിക്കലും നമ്മുടെ അടുത്ത് ഈ പെർഫെക്ഷനിസം ഒരു പ്രശ്നമായിട്ട് വന്ന് അങ്ങനെ പറയില്ല. വേറെ യൂഷ്വലി OCPD നമ്മൾ കപ്പിൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ കുറെ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വരും. അതായത് OCPD ട്രേറ്റ് ആൾക്കാർക്ക് അവരുടെ രീതിയിലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്റെ പേരിലാണേലും അവരുടെ മറ്റുള്ളവരെ നമ്മൾ ഫോഴ്സ് ചെയ്യിക്കും അല്ലെ, കൂടെ താമസിക്കുന്ന ആൾക്കാരെ അത് ചെയ്യാൻ ഫോഴ്സ് ചെയ്യിക്കും. അപ്പൊ അവർക്ക് അവരുടെ രീതിയിൽ, ഇപ്പൊ ബാത്റൂമില് എന്റെ അടുത്ത് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ ഹസ്ബൻഡിന് കുളിച്ചൊക്കെ കഴിഞ്ഞ് ബക്കറ്റിൽ കുറച്ച് വെള്ളം ചിലപ്പോ താഴെ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അതങ്ങനെ ബക്കറ്റിൽ വെക്കരുത്, ഒഴിച്ചു കളയണം. അതിപ്പോ OCD. അപ്പൊ നമുക്ക് തോന്നുന്നത് OCD ആണോ? ഇല്ല, അത് OCD അല്ല. ആൾക്ക് അത് അങ്ങനെ അവിടെ വെള്ളമുള്ള കാരണം ഒബ്സഷൻസ് ഒന്നുമില്ല. OCD എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും, അങ്ങനെ വെള്ളം അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം വരും, മസ്കിറ്റോസ് മുട്ടയിട്ടാൽ അസുഖം വരും, അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെയുള്ള തോട്ട്സ് കാരണമാണ് അവരത് ഡിസ്റ്റർബ് ആയിട്ട് ഒഴിച്ചു കളയണം. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നല്ല. അങ്ങനെ വെള്ളം വെക്കരുത്, അതിന് വെള്ളം പാടില്ല, ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഡ്രൈ. ഓക്കെ, ഇറ്റ് ഷുഡന്റ് ബി ദർ. അപ്പൊ ഞാനും അത് ഒഴിച്ചു കളയാം, എന്റെ വൈഫാണെങ്കിലും അത് ഒഴിച്ചു കളയണം എന്നുള്ള നിർബന്ധമാണ് ആൾക്ക്. അപ്പൊ വൈഫ് അത് എന്തെങ്കിലും മറന്നാ ആൾക്ക് അത് ദേഷ്യം വരും. ആളുടെ പോയിന്റ് ഓഫ് വ്യൂ. വേറൊരു കേസ്, ഒരു ഡിവോഴ്സ് ആയ കേസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്റെ ക്ലയന്റ് OCPD ഉള്ള ആളായിരുന്നു. അപ്പൊ എനിക്ക് ആളുടെ സൈഡിൽ നിന്ന് എപ്പത്തറ്റിക്കലി മനസ്സിലാവാൻ പറ്റേണ്ട ആളുടെ അവസ്ഥ.
പക്ഷെ ആളുടെ തെറപ്പിസ്റ്റിനെ ഒഴിച്ച് വേറെ ആരും ഇത് കണ്ടാലും വൈഫിന്റെ സൈഡായിരിക്കും നോക്കണേ. ബിക്കോസ് ആളൊരു സ്റ്റോറി ഒക്കെ എഴുതുന്ന ആളാ, കഥയൊക്കെ എഴുതും. അപ്പൊ ആൾക്ക് ഇങ്ങനെ ഉണ്ട്, ആളുടെ ഒരു ടേബിൾ ഉണ്ട്. കഥ എഴുതുന്നത് ആളുടെ പാഷനാ. ആൾ ഇതുവരെ അതിൽ സക്സീഡ് ഒന്നും ആയിട്ടില്ല, പക്ഷെ ആൾക്ക് അത് ഭയങ്കര ഒരു പാഷനാണ്. എന്നേലും അങ്ങനെ ഒരു സിനിമയൊക്കെ എഴുതണം നല്ല ആഗ്രഹമുള്ള ആളാ. വേറെ ജോബാണ് ചെയ്യണേ, IT കമ്പനിയിലെ വർക്ക് ചെയ്യണേ. അപ്പൊ ആൾ എപ്പോഴേലും ഇങ്ങനെ എഴുതാനുള്ള പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയ വരുമ്പോ ആൾ ഈ ടേബിളിൽ വന്നിരിക്കും. അപ്പൊ ഈ ടേബിളിൽ ആളുടെ ഒരു പാഡില് കുറെ പേപ്പേഴ്സ് ആയിട്ടൊരു പാഡ് ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ടൊരു എന്താ പെൻ സ്റ്റാൻഡിൽ ഒരു പെണ്ണുണ്ട്, അത് ആളുടെ പെണ്ണാണ്. അപ്പൊ ആൾക്ക് എപ്പോഴും ആ ഒരു പെണ്ണ് ആ പെൻ സ്റ്റാൻഡിൽ വേണം. അപ്പൊ കഥ എഴുതാൻ ഐഡിയ വരുമ്പോ ആള് വന്നിരുന്നത് എഴുതും. എടുത്ത സാധനം തിരിച്ചവിടെ വെക്കും. വൈഫാണെങ്കിൽ ഭയങ്കര മെസ്സിയാണ്. അപ്പം വൈഫ് ഇപ്പൊ എന്തേലും ഫോൺ നമ്പർ ഒക്കെ എഴുതണം, അപ്പൊ നമുക്കറിയില്ല ഈ പെണ്ണ് എന്തായാലും അവിടെ ഉണ്ടാവുന്നു. അപ്പൊ പെട്ടെന്ന് വന്ന് ഈ പെണ്ണ് എടുക്കും, എഴുതും, എന്നിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും, ആ ടേബിളിൽ പോലും വെക്കില്ല. അങ്ങനെ ഫോൺ സംസാരിച്ച് എഴുതി എവിടെയെങ്കിലും പോകും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവര് ഇതിന്റെ പേരിൽ കുറെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ വട്ടം അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ടേബിളിൽ നീ ഒന്നും ഇതാക്കാൻ നിൽക്കരുത്, ഇതിവിടെ വെക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധം ആൾക്ക്. അപ്പൊ ഒരു ദിവസം വൈഫ് ഇത് എവിടെ കൊണ്ടുപോയി വെച്ചു. ആൾക്ക് എന്തോ പെട്ടെന്ന് ഒരു ഐഡിയ വന്നപ്പോ ഇരുന്ന് നോക്കിയപ്പോ അവിടെ പെന്നില്ല കണ്ടപ്പോഴേക്കും ആൾക്ക് ദേഷ്യം വന്ന് ആള് വൈഫിനെ ഷൗട്ട് ചെയ്ത്. വൈഫാണെങ്കിൽ തിരിച്ചൊരു പെണ്ണിനാണോ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് തിരിച്ച് ഷൗട്ട് ചെയ്ത്. അവസാനം ഹസ്ബൻഡ് വൈഫിനെ അടിച്ചു. അത് പിന്നെ പ്രശ്നമായി. എല്ലാരും വന്ന് പ്രശ്നമായിട്ട് എല്ലാരും സംസാരിക്കുമ്പോ എന്താ അവിടെ പ്രശ്നം ചോദിക്കുമ്പോ വൈഫ് പറയും, ഞാൻ ആളുടെ ഒരു പെണ്ണെടുത്തതിനാണ് ആളിപ്പോ ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഇത് വേറെ ഒരാൾക്ക് കേൾക്കുമ്പോഴും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു പെണ്ണെടുത്തതിനാണോ നീ അവളെ അടിച്ചത്? അപ്പൊ വേറെ ആര് കേൾക്കുമ്പോഴും എല്ലാരും ഹസ്ബൻഡ് മേലെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതാവും. പക്ഷെ ആൾക്ക് അത് അത്രയും ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്റെ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, അതായത് എന്റെ ആവശ്യത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ബാക്കി അവരുടെ ഹസ്ബൻഡോ പാർട്ട്നേഴ്സോ അത് മനസ്സിലാക്കിയില്ലെങ്കിലും ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അപ്പം ദാറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം OCD. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണത് തന്നെ ഈ ഒബ്സസീവ് തോട്ട്സ് വെച്ചിട്ടാണ്. പിന്നെ അവരുടെ ഒരു പെർഫെക്ഷനിസം ട്രേറ്റിന്റെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിപ്പോ എന്തിനാ പറഞ്ഞ അപ്പൊ OCD എന്ന് പറയുന്നത് ബേസിക്കലി ഇതാണ്, ഒരു ഒബ്സഷൻ ഉണ്ടാവും. ആ ഒബ്സഷൻ കാരണം നമുക്ക് ഒരു കമ്പൽഷൻ ഉണ്ടാവും. അഞ്ജൻ എന്തെങ്കിലും പറയാൻ വന്നായിരുന്നു? ഈ OCD ഉള്ള ആൾക്കാർക്ക് ഈ OCPD ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്, അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് അത് പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡറും വേറെ, ആൻസൈറ്റി ഡിസോർഡർ വേറെ. അപ്പൊ രണ്ടും കൂടെ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഇതിന്റെ CY ബോക്സിന്റെ ബോക്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതാണ് നമ്മൾ അഡൽട്സിന് ഉപയോഗിക്കാറ്. ചിൽഡ്രൻസ് ബോക്സ് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, ചിൽഡ്രൻസ് റിയൽ ബ്രൗൺ ഒബ്സസീവ് കമ്പൽസീവ് സ്കെയിൽ. CY ബോക്സ് ആണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയാറ്. ഓക്കെ, അപ്പൊ ഇത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 6 to 17 years വരെയുള്ള കുട്ടികൾക്കാണ്. പിന്നെ ഇത് കുട്ടികളുടെ, ഇത് നമ്മൾ വലിയ ആൾക്കാരുടെ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് നോക്കാറില്ല. അതായത് ഇൻഫോർമൻസിന്റെ ആവശ്യം അവിടെ ഇല്ല. നമ്മൾ അഡൽട്സിൽ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയന്റ് മാത്രം മതി. പക്ഷെ കുട്ടികളിൽ ചെയ്യുമ്പോൾ പാരന്റ്സും കൂടെ തന്നെ ഉണ്ടാവണം എന്നല്ല, പക്ഷെ പാരന്റ്സിന്റെ ഒരു ഇൻപുട്ടും നമുക്ക് ചില ഇതിൽ കമ്പൽസീവ് ബിഹേവിയർ ഒക്കെ അറിയാൻ ചിലപ്പോൾ പാരന്റ്സിന്റെ ഇൻപുട്ടും ആവശ്യം വരും. ജസ്റ്റ് ഇതിൽ ഒബ്സഷൻ എന്താ, കമ്പൽഷൻ എന്താ, അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിത് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ, ആദ്യം നമ്മൾ ഒരു സിംറ്റം ചെക്ക് ലിസ്റ്റ് ഉണ്ട് ഇതിൽ. ഇതാണ് പിക്കുക. കുട്ടിയും പാരന്റും ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് ആദ്യം അവർക്ക് ഒബ്സഷൻ എന്താന്ന് പറഞ്ഞു കൊടുക്കണം, കമ്പൽഷൻ എന്താ. വെറുതെ ആ ചെക്ക് ലിസ്റ്റ് കൊടുക്കരുത്, നമ്മൾ ക്ലയന്റിനും പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷെ വാട്ട് ഈസ് ഒബ്സഷൻ കമ്പൽഷൻ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് ചെയ്യിപ്പിക്കണ മുമ്പ് പറയും, ഇങ്ങനെയുള്ള തോട്ട്സ്, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയും. ഈ തോട്ട്സ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്തെങ്കിലും ഒരു ബിഹേവിയറിന് നമ്മൾ കമ്പൽഷൻ എന്ന് പറയും. എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിലെല്ലാ ഐറ്റമും അങ്ങനെ ഒന്നൊന്നും ചോദിക്കണില്ല, പക്ഷെ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഏരിയയിൽ ഇതുണ്ട് എന്ന് അറിയുമ്പോൾ പിന്നെ അതിന്റെ എല്ലാ ഐറ്റമും ചോദിക്കണത് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളൊരു ടാർഗറ്റ് സിംറ്റം ലിസ്റ്റ് ഉണ്ടാക്കുക. ആ ചെക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് സിംറ്റം ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ടാർഗറ്റ് സിംറ്റം ലിസ്റ്റിൽ 4 മോസ്റ്റ് സിവിയർ കമ്പൽഷനും പിന്നെ അതേപോലെ മോസ്റ്റ് സിവിയർ ഒബ്സഷനും, ഈ 4 ലിസ്റ്റ് ചെയ്യാം.
ടാർഗറ്റ് സിംറ്റം ലിസ്റ്റ് നമ്മളിപ്പോ ചെക്ക് ലിസ്റ്റ് ചെയ്തില്ലേ, അതിൽ കുറെ ചിലപ്പോൾ മോർ ദൻ 5-6 ചില ആൾക്കാർക്ക് 10-15 ഇതൊക്കെ ടൈപ്സ് ഓഫ് ഒബ്സഷനും കമ്പൽഷനും ഒക്കെ ഉണ്ടാവും. അതിൽ മോസ്റ്റ് സിവിയർ ആയിരിക്കണം 4 ഇതാക്കാം. പിന്നെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ചെക്ക് ലിസ്റ്റ് ആൻഡ് ടാർഗറ്റ് സിംറ്റം ലിസ്റ്റ് ഫോർ കമ്പൽഷൻ എൻക്വയർ അബൌട്ട് ദ സിവിയാരിറ്റി ഐറ്റംസ്. പിന്നെ അതിന്റെ താഴെ സിവിയാരിറ്റി ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എത്ര ടൈം ഇതിന് സ്പെൻഡ് ചെയ്യാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ. അത് നോക്കിയിട്ട് അവരുടെ OCDന്റെ സിവിയാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരതിന്റെ റേറ്റിംഗ് അവിടെ തന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതൊക്കെയാണ് സിംറ്റം ചെക്ക് ലിസ്റ്റിൽ വരുന്നത്. കുറെ ടൈപ്സ് ഓഫ്, നമുക്ക് ക്ലീനിങ്ങിന്റെ മാത്രമേ അറിയുള്ളൂ, കുറെ ടൈപ്സ് ഓഫ് ഒബ്സഷൻസും കമ്പൽഷൻസും ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടാമിനേഷന്റെ ഒബ്സഷൻ. ഇത് കൺസേൺ വിത്ത് ഡേർട്ട്, ഇൽനെസ്, ബോഡിയിലെ വേസ്റ്റ്, ഇതൊക്കെ. അപ്പോ നമ്മുടെ തന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് 10 വയസ്സുണ്ട്. സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഇടുമ്പോ ഇതുവരെ ഉണ്ടാവുമല്ലോ. അപ്പം കുട്ടി ദുബായിലാണ്, പുറത്താണ്. അപ്പം ഈ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്യുമ്പോ ഇവിടെയൊക്കെ വെള്ളമായാൽ പിന്നെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈയിന്റെ ഇവിടെയൊക്കെ വെട്ടായ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കുട്ടിക്കും യൂറിനോ അങ്ങനെ ബോഡിയിലെ വേസ്റ്റിനോട് ഭയങ്കര ഒബ്സഷൻസാ, ഭയങ്കര കൺസേൺ ആവും. ഒബ്സഷൻ പറഞ്ഞ അങ്ങനെയല്ല, അതായത് വാഷ്റൂം പോയി കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റഡ്ലി ക്ലീൻ ചെയ്യും. എന്തെങ്കിലും റെസിഡ്വൽ യൂറിൻ എന്തെങ്കിലും ദേഹത്ത് എന്തെങ്കിലും കാലിലൊക്കെ ആയിട്ടുണ്ടോന്ന് ഒരു വട്ടൊക്കെ എങ്ങാനും ഡ്രോപ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറെ വെള്ളോട്ട് റിപ്പീറ്റഡ്ലി ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ആയിട്ടില്ല, അപ്പൊ എന്തെങ്കിലും അസുഖം വരും, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇപ്പൊ ഇതിലെ ലാസ്റ്റ് ഉണ്ടോ, ചില ആൾക്കാർക്ക് ജസ്റ്റ് അതിന്റെ ഒരു ടെക്സ്ചറിനോടായിരിക്കും ഇത്, അതായത് അസുഖം വരുമോന്നൊന്നുമല്ല, അതിന്റെ ജസ്റ്റ് ഒരു ടെക്സ്ചറിനോടുള്ള ഒരു അറപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ നോ കൺസേൺ വിത്ത് കോൺസിക്വൻസസ് ഓഫ് കണ്ടാമിനേഷൻ അതർ ദൻ ഹൗ ഇറ്റ് മൈറ്റ് ഫീൽ. ഇപ്പൊ ചളിയിലൊക്കെ കളിക്കുമ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ ചളിയിൽ കളിക്കണോണ്ടുള്ള OCD എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ കളിച്ച വല്ല ജേംസ് വരും, അസുഖം വരും എന്നുള്ള റാഷസ് വരും എന്നുള്ള കാര്യമൊക്കെ. ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെ ആവണമെന്നില്ല. മേ ബി അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചൊന്നും അല്ല ഒബ്സഷൻ, ജസ്റ്റ് ഓൺ ഹൗ ഇറ്റ് മൈറ്റ് ഫീൽ. ചളിയിലൊക്കെ കാല് പെടുമ്പോ ആ ഒരു ഫീലിനോടുള്ള ഒരു കൺസേൺ തന്നെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഓക്കെ, പിന്നെ അഗ്രസീവ് ഒബ്സഷൻസ്, സ്വയം ഹാം ചെയ്യോ, ഞാൻ വേറെ ആരെങ്കിലും ഹാം ചെയ്യോ എന്നുള്ള ഒബ്സഷൻ ഒക്കെ. നമ്മുടെ അടുത്ത് വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി നമ്മുടെ അടുത്ത് വന്നത് 19 വയസ്സിലാണ്. ക്ലിയർലി OCD ആയിരുന്നു. ഇപ്പൊ കുട്ടിക്ക് OCDന്റെ പല സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഹിസ്റ്ററി എടുത്ത് വന്നപ്പോ അവർ പറഞ്ഞു പണ്ട് കുട്ടിക്ക് 8 വയസ്സെങ്ങാനും ഉള്ളപ്പോഴാണ് അനിയൻ ജനിച്ചത്. ബേബി ആയിരുന്നു, 6-7 വയസ്സെങ്ങാനും ഉള്ളപ്പോ. അപ്പൊ ഈ അനിയൻ ജനിച്ചപ്പം ഈ കുട്ടി രാത്രി ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തലയിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കരയൊക്കെ ചെയ്യും. അപ്പൊ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ലൈക് കുട്ടിയുടെ തലേന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് തോട്ട്സ് വരിക അനിയനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്, അനിയനെ കൊല്ലാൻ, അനിയനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോട്ട്സ് വരുന്നത്. അപ്പൊ പാരന്റ്സ് അതിങ്ങനെ നെഗ്ലക്ട് ചെയ്തു, അത് ജലസി ആയിരിക്കും. പക്ഷെ അത് ക്ലിയർലി ജലസി അല്ല. ബിക്കോസ് ഇൻസെക്യൂരിറ്റി, ജലസി എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ പിച്ചണം തോന്നുമ്പോൾ ഒന്ന് പിച്ചിയാ പോരെ. പക്ഷെ കുട്ടിക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ആ ഒരു തോട്ട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ വരുന്ന തോട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് കുട്ടി ഇങ്ങനെ രാത്രിയൊക്കെ കരച്ചിലും കാതൊക്കെ ഇങ്ങനെ അടച്ചു വെക്കും, അത് ഇങ്ങനെ സൗണ്ട് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ ആ കുട്ടിക്ക് ഇപ്പോഴും വേറെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും ഒബ്സഷൻസ് ഒക്കെ ട്രിഗർ ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തപ്പോഴാ പറഞ്ഞു പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയും ഒബ്സഷൻസ് ഉണ്ടാവാറുണ്ട്. ഫിയർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ സംതിങ് എൽസ് ടെറിബിൾ ഹാപ്പനിങ്. അതായത് വെറുതെ അവർക്ക് ഇങ്ങനെ ഒരു ഒബ്സഷൻ ഉണ്ടാവും, വേറെ എന്തെങ്കിലും മോശമായിട്ട് നടക്കും, ആൻഡ് ഐ മൈറ്റ് ബി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതായത് ആരെങ്കിലും തെഫ്റ്റോ ഫയറോ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള കാര്യമൊന്നുമല്ല, ബട്ട് സംതിങ് ലൈക്ക് ദാറ്റ് വിൽ ഹാപ്പൻ ആൻഡ് ഐ മൈറ്റ് ബി റെസ്പോൺസിബിൾ ഫോർ, അത് എന്റെ കാരണമായിരിക്കും. അങ്ങനെയുള്ള ഒബ്സഷൻസ് ഒക്കെ ഉണ്ടാവും. ഫിയർ വിൽ സ്റ്റീൽ തിങ്സ്. പിന്നെ ഫിയർ ഓഫ് ബ്ലർട്ടിങ് ഔട്ട്, ഇത് നമ്മൾ കുറെ ഇത് കാണാറുണ്ട്. പറയാൻ പാടാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോവോ എന്നുള്ള ഒബ്സഷൻസും ഉണ്ടാവും. അപ്പൊ റിപ്പീറ്റഡ്ലി നമ്മുടെ മൈൻഡിൽ അങ്ങനത്തെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. വയലന്റ് ആൻഡ് ഹോറിഫിക് ഇമേജസ്, ഇതും നമ്മൾ കോമൺലി കാണാറുണ്ട്. മർഡർ ചെയ്യണ പോലത്തെ ഇമേജസ്, ബ്ലഡ് ഒക്കെ ആയിട്ട് കിടക്കണ ഇമേജസ്, അങ്ങനത്തെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ജസ്റ്റ് ഇമേജസ് വരും, തോട്ട്സ് ആയിട്ടല്ല,
ഇമേജസ് വന്നു പോകും മൈൻഡിലൂടെ. അതും ഒബ്സഷൻസിൽ വരാറുണ്ട്. പിന്നെ സെക്ഷൽ ഒബ്സഷൻസ്, ഇതും അത്യാവശ്യം കുട്ടികളിലും കാണാറുണ്ട്. ബിലോ 18 ഉള്ള കുട്ടികളിലും കാണാറുണ്ട്. ഫോബിയൻ ഓർ പെർവസീവ് സെക്ഷൽ തോട്ട്സ്, ഇമേജസ് ഓർ ഇമ്പൾസസ്. പിന്നെ കണ്ടന്റ്സ്, ചിലവർക്ക് എങ്ങനെയും തോന്നും, ഭഗവാൻ ദൈവത്തിന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ ഇങ്ങനത്തെ തോട്ട്സ് വരും. ചിലപ്പം എന്തെങ്കിലും ബാഡ് വേർഡ്സ് പറയാനുള്ളതോ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികൾ കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ അതിന് ഗിൽട്ട് തോന്നും, ബിക്കോസ് അവരത് വേണം വെച്ച് ചിന്തിക്കുകയല്ലോ. അപ്പൊ ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ അവർക്ക് പിന്നെ ഗിൽട്ട് തോന്നും, ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ബാഡ്, തെറ്റായിട്ടുള്ള കാര്യം ചെയ്യണേ, അപ്പൊ എന്നെ ദൈവം ശിക്ഷിക്കും, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഹോർഡിങ് ആൻഡ് സേവിങ് ഒബ്സഷൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കമ്പൽഷൻ ഉള്ള ആൾക്കാർ ചെയ്യണ കാര്യം സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുട്ടികളുടെ കളക്ഷൻസ്. അത് ചില കുട്ടികൾ ഇങ്ങനെ ഈ ചോക്ലേറ്റ് പേപ്പർ കളക്ട് ചെയ്ത് വെക്കാം, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും ഇതിലെടുക്കരുത്. പ്രത്യേകിച്ച് ഒരു എമോഷണൽ ആയിട്ട് ആ കുട്ടി കളക്ട് ചെയ്യണ സാധനമായിട്ട് ഇത് എമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, ഒരു ഹോബി കോയിൻ കളക്ട് ചെയ്യുക, അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. വളരെ മീനിങ്ലെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ. ചിലപ്പം സ്കൂളിലെ നോട്ട്ബുക്സ് ഒക്കെ, അത് എൻ്റെ അടുത്തൊരു ക്ലയന്റ് ഉണ്ട്. ഇപ്പൊ ആൾക്ക് 27 വയസ്സായി. പക്ഷെ ചെറുപ്പം തൊട്ട് ഇന്നേ വരെ ഉപയോഗിച്ച എല്ലാ നോട്ടും ആൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് ഇന്നേ വരെ ഉപയോഗിച്ച എല്ലാ എഴുതിയ എല്ലാ നോട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് നോട്ട് എൻ എമോഷണൽ ഇത് പറഞ്ഞാൽ നമുക്ക് മേ ബി എല്ലാ ഇയറിനും ഒരു നോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചാലും പോരെ. ഇതിപ്പോ എല്ലാ റഫ് നോട്ടാണേലും എന്തെന്നെ ക്ലാസ് സബ്ജക്റ്റിന്റെ നോട്ട് അവര് മേടിച്ച ബുക്ക് കളയാൻ ആൾക്ക് ഭയങ്കര ഇതാ. അപ്പൊ ഇതിന്റെ ഒബ്സഷൻ എന്ന് പറയുന്നത് അത് നോട്ട്ബുക്ക് മാത്രാണോ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇല്ല? ടെക്സ്റ്റ് ബുക്ക് ആയാലും ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും നോട്ട്ബുക്കിന്റെ ആണ് പറയാറ്. ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ടുണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് കളയാൻ ആൾക്ക് പിന്നെയും അത്ര ബുദ്ധിമുട്ടില്ലാതെ തോന്നുന്നു. നോട്ട്ബുക്ക് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് പിന്നെ അവരുടെ അമ്മ ഏതൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 10th-ന്റെയും 12th-ന്റെയും മാത്രം ആള് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല, ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നോട്ട്ബുക്സ് അതിന് റീസൺ ഒന്നും ആള് പറയണില്ല, ബിക്കോസ് ഓഫ് ഈ ഒരു ഒബ്സഷൻ, ആ തോട്ട് ലൈക്ക് ഫിയർ ഓഫ് ലോസിങ് തിങ്സ് ആണ്. അതായത് ആൾക്ക് അതൊരു ഒബ്സഷൻ ആണെന്ന് പിന്നീട് അറിഞ്ഞ്. അത് നമ്മൾ സെഷൻ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോൾ നമ്മൾ എടുത്തു തുടങ്ങിയത് വേറെ ഒരു ഇഷ്യൂന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോക്കി വന്നപ്പോൾ ആൾക്ക് OCD ഉണ്ടായിരുന്നു. അപ്പോ ബിക്കോസ് ആളുടെ OCD ഇതുവരെ ട്രബിൾസം ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിപ്പോ കളക്ട് ചെയ്ത് വെക്കണോ അതിലൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആള് ഒരിക്കലും ഇത് ഒരു കൺസേൺ ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അവസാനം നോക്കിയപ്പോ കുറെ ടൈപ്സ് ഓഫ് ഒബ്സഷൻ ആൾക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും എമോഷണൽ ഇതുണ്ടോ? അപ്പൊ പറഞ്ഞു ഇല്ല, എനിക്ക് ബുക്ക് കളയാൻ പറ്റില്ല. അതെന്തോ എനിക്ക് കളയാൻ പറ്റില്ല, അത് അത്ര തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ആളോട് പറഞ്ഞു ബുക്കൊന്നും ഒരു പേജ് കീറി കളയാൻ പോലും ആൾക്ക് പറ്റില്ല. അത് ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ. പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനെ തെറപ്പി എടുക്കുമ്പം എന്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, ഒരു ബുക്ക് ഒരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. എന്നിട്ട് തോട്ട്സ് ഒക്കെ ജേർണൽ ചെയ്യാൻ പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഉണ്ടാവും, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ടും ഒരേ സൈഡിൽ എഴുതുന്നത് എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നെഗറ്റീവ് അതിന്റെ ഇടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ യൂഷ്വലി പറയാറ്, ഇപ്പൊ ബുക്ക് എടുത്ത അതിന്റെ ഫ്രണ്ട്, അതായത് ഇങ്ങനെ പോസിറ്റീവ് എന്നും ഡെയിലി നൈറ്റ് നിങ്ങളെ കുറിച്ചുള്ള ഒരു 5 പോസിറ്റീവ് കാര്യങ്ങൾ എഴുതാം. അല്ലെങ്കിൽ അന്ന് ചെയ്ത ഒരു 5 പോസിറ്റീവ് കാര്യങ്ങൾ, സംതിങ് യു ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ, സംതിങ് ദാറ്റ് മെയ്ഡ് യു സ്മൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാനും. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചിട്ട് ഇവിടെ എഴുതാനും. ആൾക്കത് പറ്റില്ല, ബുക്ക് അങ്ങനെ തിരിച്ചെഴുതാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഈ പേജ് കഴിഞ്ഞാലേ അടുത്ത പേജിലോട്ട് പോകാൻ പറ്റൂ. അതായത് ഇവിടുന്ന് കുറച്ച് പിന്നെ തിരിച്ചിട്ട് ഇടയിന്ന് കുറച്ച് അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ഇത് വേറെ ടൈപ്പ് ഓഫ് OCD, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഹോർഡിങ്ങും ഇതൊക്കെ ആൾക്ക് ഇങ്ങനെ ബുക്സ് ഹോർഡ് ചെയ്യണ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് കളഞ്ഞു പോവോ എന്നുള്ള ടെൻഷൻ ആൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ആള് ജർമ്മനിയിലുള്ള. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇപ്പൊ ജർമ്മനിയില് കുറെ ബുക്സും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇൻ കേസ് ഇവിടെ വിട്ടിട്ട് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു, പക്ഷെ കുറെ ബുക്സ് ഉണ്ട്, ലഗേജിൽ കൊള്ളില്ല, എന്ത് ചെയ്യും? ഞാനത് എത്ര പൈസ വന്നാലും പാർസൽ അയക്കുന്നു, പാക്ക് ചെയ്ത് പാർസൽ ആക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഇത് നമുക്ക് ഹോർഡിങ് ആൻഡ് സേവിങ് ഒബ്സഷൻസിൽ കാണാം. പിന്നെ മാജിക്കൽ തോട്ട്സും സൂപ്പർസ്റ്റീഷ്യസ് ഒബ്സഷൻ, അതില് കുറെ പേർക്ക് ഉണ്ട്. ലക്കി അൺലക്കി നമ്പേഴ്സ്. ചില
പറഞ്ഞോളൂ. ഹലോ. ആ, ഇപ്പൊ അടുത്ത് പിന്നെ ഇവിടെ ഒരു സംഭവിച്ചാണ് ഈ ചെരുപ്പുകൾ കളക്ട് ചെയ്യുക ഒരാളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് കണ്ടതാണ്. അത് ഇതിൽ പെടുന്നതാണ്. ചെരുപ്പുകൾ കളക്ട് ചെയ്യാന്നാണോ അല്ലെ മോഷ്ടിക്കാന്നാണോ? അതാണ് ചെരുപ്പുകൾ മാത്രമാണ് മോഷ്ടിക്കുന്നുള്ളൂ. മോഷ്ടിക്കണത് അതും ലേഡീസ് ചെരുപ്പാണ്. ഓ, അത് ചിലപ്പോ അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അത് ഏതിൽ വരുന്ന. അതിന് ആളെ കേസ് ഹിസ്റ്ററി എടുത്താലേ പറയാൻ പറ്റൂ. എന്തോ ആവാം. ചിലപ്പോ അത് സെക്ഷൽ ഡിസോർഡറും ആവാം. ഫെറ്റിഷിസം ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആവാം. ചില ആൾക്കാർക്ക് അങ്ങനെ എന്താ ലേഡീസ് ഉപയോഗിക്കണ ചില ഒബ്ജക്ട്സിനോട് ഫെറ്റിഷിസം തോന്നും. അങ്ങനത്തെ ഉണ്ട്. ചിലവർക്ക് ഫീറ്റിന്റെ ഫെറ്റിഷിസം തോന്നും. അതിനുവേണ്ടി അത് റിലേറ്റഡ് ആയിട്ടും ആയിരിക്കാം ചെരുപ്പ് എടുക്കണേ. അങ്ങനത്തെയും ആവാം. അതല്ലെങ്കിൽ ഇപ്പൊ ക്ലെപ്റ്റോമാനിയ. പക്ഷെ ക്ലെപ്റ്റോമാനിയ ഒന്നുമല്ല. ക്ലെപ്റ്റോമാനിയ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീലിംഗ് ഡിസോർഡർ ആണ്. പക്ഷെ അതങ്ങനെ പർട്ടിക്കുലർലി ചെരുപ്പ് മാത്രം എടുക്കണത് ക്ലെപ്റ്റോമാനിയയിൽ വരില്ല. അത് ഇത് ചെരുപ്പ് മാത്രമാണ് ആൾ എടുക്കുന്നത്. അതും ലേഡീസ് ചെരുപ്പ് മാത്രം. അത് മോസ്റ്റ്ലി സെക്ഷൽ ഡിസോർഡർ ആയിരിക്കും. അതും നല്ല ചെരുപ്പൊന്നും എടുക്കൂല പോലും. ഈ ഡെയിലി യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ചെരുപ്പുകൾ മാത്രം ആയിരിക്കും. അത് മോസ്റ്റ്ലി സെക്ഷൽ ഡിസോർഡർ ആയിരിക്കാനാ ചാൻസ്. അതല്ലെങ്കിൽ ആൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒബ്സഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആളുടെ അടുത്ത് സംസാരിച്ചാലേ അറിയും. അത് എടുക്കാൻ വേറെ വല്ല റീസൺ ഉണ്ടോ നമുക്ക് ആളുടെ അടുത്തും ചോദിച്ച് സംസാരിച്ചാലേ ആളുടെ മോട്ടീവ് എന്താന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഈ ലക്കി പ്രജു എന്തെങ്കിലും പറയാൻ വന്നായിരുന്നോ? മാം, ഈ ക്ലെപ്റ്റോമാനിയയില് ഇങ്ങനെ ഒരു തോട്ടാണോ വരിക? അതായത് അങ്ങനെ ഒരു കണ്ടിന്യൂസ് തോട്ട് അങ്ങനെ അതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ ക്ലെപ്റ്റോമാനിയയില് ഇപ്പം സ്റ്റീൽ ചെയ്യാന്നുള്ളതല്ലേ, അതൊരു ഒബ്സഷൻ പോലെ ആയിട്ടുണ്ടാവും. ബിക്കോസ് എനിക്ക് ഒരു സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈവൻ അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോ നമ്മളൊന്ന് തിരിയുമ്പോഴേക്കും നമ്മൾ ഇതിനെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുമ്പോഴേക്കും അവിടെയുള്ള സാധനം വരെ ആൾക്ക് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട് നമ്മളുടെ റൂമിൽ തന്നെ ഉള്ളത്. അപ്പൊ അതും ഒരു ഒബ്സസീവ് തോട്ടായിരിക്കുവോ? അത് ഒബ്സസീവ് എന്ന് പറയണേക്കാൾ അവർക്ക് അവരുടെ ഏർജസ് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ഞാനിപ്പോ നോക്കുമ്പോ ഇറ്റ് ഇസ് എ മെന്റൽ ഡിസോർഡർ characterized by recurrent inability to resist urges to steal items even though they are not needed for personal or monetary gain. പൈസക്കോ അല്ലെങ്കിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനം ആയിരിക്കണം എന്നില്ല. അപ്പം അവർക്കൊരു സാധനം കാണുമ്പോൾ അത് എടുക്കണം എന്നുള്ള ഏർജ് കൂടുതലായിരിക്കും. ആ ഏർജ് അവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം കാണുമ്പോ ഭയങ്കര ഒരു ടെൻഷൻ ബിൽഡപ്പ് ആവും. അത് എടുക്കണം എന്ന് പക്ഷെ അവരെ എടുക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് പറ്റില്ല. നോട്ട് ഏബിൾ ടു കൺട്രോൾ ഇറ്റ്. അപ്പൊ അത് സ്റ്റീൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെൻസ് ഓഫ് റിലീഫും ഒരു ഗ്രാറ്റിഫിക്കേഷനും കിട്ടും അത് എടുത്തു കഴിഞ്ഞാൽ. ഒബ്സഷനും നമ്മൾ അങ്ങനെയല്ലേ, കുറച്ചും കൂടെ അവർ കൈ കഴുകുമ്പോഴല്ലേ അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആവണില്ല. സ്റ്റിൽ ആ ഒരു ഞാൻ ചോദിക്കാൻ എനിക്കറിയില്ല. അല്ല, മനസ്സിലായി, സംഭവം മനസ്സിലായി. ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ അത് ഡിഫറൻസ് എന്താ വെച്ചാ അതില് എന്താ ഒബ്സഷൻ എന്ന് പറയുമ്പോ ഒബ്സസീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ട്. ആ തോട്ട് ഗെറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യണ ഒരു കാര്യമാണ് കമ്പൽഷൻ എന്ന് പറയണത്. ആ തോട്ട് നിർത്താൻ വേണ്ടിട്ട്. ഇതില് ക്ലെപ്റ്റോമാനിയ വരുമ്പോ ഇറ്റ് ഇസ് നോട്ട് ഒബ്സഷൻ അല്ല, അത് മോസ്റ്റ്ലി ഒരു ഏർജ് ആണ്. അതായത് നീ ഇതിപ്പോ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള തോട്ടൊന്നും ഇല്ല. പക്ഷെ അത് എടുക്കാൻ ഭയങ്കര ഒരു മിനിറ്റ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇനി അഥവാ ഇവര് എടുത്ത് ചിലവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയാലേ നമ്മളത് മനസ്സിലാക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ വന്നിട്ട് പനിയൊക്കെ വരാൻ സാധ്യത ഉണ്ടോ? വരുമായിരിക്കും. ആൻഷ്യസ് ആണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് അവർക്ക് ബോധേഡ് ആണോ? പിന്നെ ആണ്. അതെ, അതായത് അവര് ശേഷം അത് എടുക്കുമ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിലീഫ് ഉണ്ടെന്നേ ഉള്ളൂ. അത് ഫോളോ ചെയ്ത് അടുത്ത ഗിൽട്ടും ഷെയിമും ഒക്കെ അത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർക്ക് വരും. നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് അത് എടുത്തതിന് ഒരു ഗിൽട്ട് ഷെയിം ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർ എത്ര എണ്ണം എടുക്കണ്ടെന്ന് ശ്രമിച്ചാലും അടുത്ത വട്ടം അങ്ങനെ ഒരു വരുമ്പോ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ടാവില്ല. അത് അവരെടുത്തു പോകും. അതെങ്ങനെയാ ഒഴിവാക്കാൻ പറ്റുക? ടോപ്പിക്ക് മാറിപ്പോയോ?
ഇല്ല, അതിന്റെ തെറപ്പി ഞാനും അത്ര വെൽ വേഴ്സ്ഡ് അല്ല. ഞാൻ ക്ലെപ്റ്റോമേനിയ കേസ് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ എന്റെ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടി, ഭയങ്കര സാമ്പത്തികമായിട്ട് ഹൈ ലെവലിലെ കുട്ടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ ക്യാമറ വെച്ചിട്ട് കണ്ടുപിടിച്ച് ഏർജസ് കൺട്രോൾ ചെയ്യാനുള്ള കുറെ തെറപ്പീസ് ഉണ്ട്. നമ്മള് കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾക്കൊക്കെ ഇമ്പൾസ് കൺട്രോള്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞാൻ നോക്കട്ടെ, മെഡിസിൻ ഉണ്ട്. അതിന് മെഡിസിൻസ് എടുക്കണം. മെഡിസിൻ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ CBT അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അപ്പൊ ഇമ്പൾസീവ് ഉള്ള മെഡിക്കേഷൻ ആയിരിക്കും ADHD ഒക്കെ പോലെ ഇമ്പൾസീവ് ആയിട്ടുള്ളതിനുള്ള മെഡിസിൻസ് പോലെ ആയിരിക്കും അല്ലെ അവർക്ക് കൊടുക്കണ്ടാവുക. അത് ഞാൻ അത്ര എനിക്ക് വലിയ അതായിരിക്കണം. ഓക്കെ, അപ്പം എവിടെയായിരുന്നു? മാജിക്കൽ തിങ്കിങ് ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ് ഒബ്സഷൻ. ഇത് നമ്മൾ വലിയ ആൾക്കാരിലും കുറെ കാണാറുണ്ട്. ലക്കി അൺലക്കി നമ്പേഴ്സ്. എന്റെ അടുത്ത് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ലക്കി നമ്പർ 5 or 4 അങ്ങനെ എന്തോ ആണ്. അപ്പൊ എക്സാം എഴുതുന്ന മുമ്പ് 4, അതായത് പെൻ എടുക്കും, വെക്കും, എടുക്കും, വെക്കും, എടുക്കും, വെക്കും, അങ്ങനെ 4 വട്ടം എടുത്തു വെച്ചിട്ട് പിന്നെ എഴുതാൻ തുടങ്ങാം. അപ്പോഴേ ആ കുട്ടിക്ക് ഒരു സമാധാനമുള്ളൂ. അങ്ങനെ ബിക്കോസ് അത് ആ കുട്ടിയുടെ ലക്കി നമ്പറാ എന്ന പോലെയൊക്കെ. പിന്നെ കുറെ പേർക്ക് ഇങ്ങനെ നമ്പേഴ്സിന്റെ ഒബ്സഷൻ വരുമ്പോ ഇങ്ങനെയുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യണ ഒരു കമ്പൽഷൻ ഉണ്ട്. അപ്പൊ അത് ചെക്കിങ് കമ്പൽഷൻസിൽ വരും. അത് ഓഫ് ചെയ്തോ ഉള്ളൊരു പേടി. പക്ഷെ നമ്മൾ ഒരാളിൽ കണ്ടു, ഈ നമ്പേഴ്സിന്റെ ഒബ്സഷനും ചെക്കിങ്ങിന്റെ ഒബ്സഷനും കൂടെ മിക്സ് ആയിട്ട് ആൾക്ക് 7, അതായത് ഗ്യാസ് 7 വട്ടം ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ 7 വട്ടം ചെയ്താൽ സമാധാനം. 7 വട്ടം ചെയ്താൽ പിന്നെ ഓക്കെയാണ് എന്ന രീതിക്ക്. അത് 7 വട്ടം ചെയ്യാത്തവരെ ആൾക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാളുണ്ടായിരുന്നു, ഇതിപ്പോ നോർമൽ അധികം പേർക്ക് ഉണ്ടാകുന്ന സംഗതിയല്ല അത്. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല്? അല്ല, വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയപ്പോ ഈ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ, അയൺ ബോക്സ് ഓഫ് ചെയ്തായിരുന്നോ ഒരു തോട്ട്, അത് നമ്മൾ ടെൻഷൻ ആവും. അപ്പൊ നമ്മൾ ചിലപ്പോ ഒന്നെങ്കിൽ തിരിച്ചു പോയി നോക്കിയിട്ട് അതൊക്കെ ഓഫ് ആണെങ്കിൽ നമ്മൾ സമാധാനത്ത് പോവല്ലോ. പക്ഷെ OCD ഉള്ളവർ പോവാൻ പറ്റില്ല. എത്ര വട്ടം നോക്കിയാലും അവർക്ക് സമാധാനം കിട്ടില്ല. വട്ടം പോയി ചെക്ക് ചെയ്തിട്ടും അവർക്ക് അപ്പളും ഒരു അല്ല എന്തോ 4ാമത്തെ വട്ടം പോയപ്പോ അറിയാതെ ഓൺ ആക്കിയോ, അങ്ങനെയുള്ള ടെൻഷൻ പിന്നീടും വരും. അപ്പൊ അവർക്ക് അത് ആൻസൈറ്റി, ചെറിയ ഒരു ലെവൽ ഓഫ് ആൻസൈറ്റി ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരണോ, ഒന്ന് പോയി ചെക്ക് ചെയ്യണോ, നമ്മൾ പിന്നെ സമാധാനത്ത് പോയി കിടക്കണോ. OCD അങ്ങനെയല്ല, അവർക്ക് എത്ര വട്ടം ചെക്ക് ചെയ്താലും അത് തില്ല. അതുകൊണ്ടാണ് അവരത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണേ. അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോ അബ്നോർമൽ ആയിട്ട് തോന്നണേ. അഞ്ജന എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അല്ല, ഞാൻ അപ്പൊ അങ്ങനെ അത്രയും ഒബ്സസീവ് ആയിട്ടാണോ ചിലപ്പം ചില ആൾക്കാര് അതെങ്ങനെ ഓഫ് ചെയ്തു എന്ന് അറിയാനായിട്ട് എന്നിട്ട് ഫോണിൽ പിക്ചർ എടുത്തിട്ട് പോകും. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പോയ വഴിയിൽ നിന്ന് തിരിച്ചു വരുന്ന കേസുകളുണ്ട്. എന്നിട്ട് അത് പിന്നെ ഫോട്ടോ എടുത്ത് ഫോണിൽ വെച്ചേക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെയൊക്കെ പറയും, അത് ഓഫ് ചെയ്യാൻ പോകുമ്പോ പാട്ട് പാടാൻ പറയും. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തായിരുന്നോന്ന് ഡൗട്ട് ഉണ്ട്. അപ്പൊ പാട്ട് പാടിയത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഓഫ് ചെയ്താ ഈ പാട്ട് പാടാൻ പറയും. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തായിരുന്നോ ഞാൻ എന്നുള്ള ഡൗട്ട് വരും. അപ്പൊ പാട്ട് പാടിയത് അങ്ങനെ മറക്കില്ലല്ലോ. അപ്പൊ പാട്ട് പാടിയായിരുന്നു, അപ്പൊ ഓഫ് ചെയ്തായിരുന്നു എന്നുള്ള ഒരു കണക്ഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയലുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കാനും അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ലക്കി നമ്പർ അൺലക്കി നമ്പർ, എൻ്റെ ഒരു ക്ലയന്റിന് നമ്പർ 1ഉം 0ഉം 1ഉം അടുത്തടുത്ത് വന്ന ആൾക്കത് അൺലക്കി എന്നല്ല, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്നുള്ള ഇതാ. അപ്പൊ ആളുടെ ഫോണില് കോള് വരുമ്പോ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ കോള് വന്നാൽ അതിൽ 0ഉം 1ഉം അടുത്തടുത്തുണ്ടെങ്കിൽ എന്റെ വൈഫിന് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട് എന്നുള്ള തോട്ടാ ഇങ്ങനെ കോള് വന്ന. പിന്നെ അതങ്ങനെ വന്നില്ലേലും ഈ 10 നമ്പർ കൂട്ടിയിട്ട് അവസാനം 10 വരുന്നെങ്കിൽ അതും പ്രശ്നം. 10 നമ്പർ ഉണ്ടല്ലോ ഫോൺ നമ്പറിൽ, നോക്കാൻ ടൈം കിട്ടുന്നുണ്ടല്ലോ. അവര് അങ്ങനെ ചെയ്താലും പ്രശ്നം. പിന്നെ ആളൊരു നേഴ്സാണ്. അപ്പൊ ആള് പറയേണ്ട, ആൾക്ക് ഡ്യൂട്ടി റൂം നമ്പർ 10 ഇട്ടാൽ ആള് പോവില്ല. ഡ്യൂട്ടി ഇടുന്ന റൂം, അതായത് ആൾക്ക് പേഷ്യന്റിനെ കാണാൻ പോകുമ്പോ റൂം നമ്പർ 10 അല്ലെങ്കിൽ 1
അല്ലെങ്കിൽ 0 അടുത്ത് വരുന്ന ഏത് നമ്പർ 0ഉം 1ഉം വരുന്ന ഏത് റൂമിലും ആള് പോവില്ല. ആളെങ്ങനെയും അതൊന്ന് ഒഴിവാവാനൊക്കെ നോക്കും, വേറെ ആളെ മാറ്റിയിടാനും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെയും ഞാൻ ആ കേസ് എടുത്ത എന്റെ വൈഫിന് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടാവും എന്നുള്ള തോട്ടൊക്കെ. പക്ഷെ ഇത് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളോട് കണക്ട് ചെയ്യില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പോലെ ഇപ്പൊ എന്റെ സ്കൂളിൽ ഞാൻ ആ പറഞ്ഞ കേസില് നമ്മൾ അഗ്ലി ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ മൂക്കൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുന്നില് അപ്പൊ പറയും ഞാൻ അഗ്ലി ആയതുകൊണ്ടാണോ നിങ്ങൾ മൂക്ക് റബ്ബ് ചെയ്തത്, അതുകൊണ്ടാണ്. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനത്തെ ഉള്ള ഒബ്സെഷന് കുറച്ചും കൂടെ ഒരു പാത്തോളജിക്കൽ കുറച്ച് അങ്ങനെയുള്ള രീതിയിലേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് സൈക്കോസിസിലേക്കൊക്കെ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യില്ലേ ആസ് ഐ സെഡ്? അങ്ങനെ നമ്മളെല്ലാ OCD അത്യാവശ്യം OCD ഒരു സിവിയറിറ്റി ഒക്കെ കൂടുതലാവുമ്പോൾ അത് സൈക്കോസിസിലോട്ട് ലീഡ് ചെയ്യാനുള്ള വന്നാൽ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അതായത് അത് അൺറിലേറ്റഡ് OCD മിക്കതും അൺറിലേറ്റഡ് തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ ഈ സിമിട്രി ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു സ്ട്രേറ്റ് ആയിട്ട് നിക്കണം, എല്ലാം സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കും. അത് എന്ത് റിലേറ്റഡാ? അതിന്റെ മിക്കവാറും അത് സ്ട്രേറ്റ് ആയിട്ട് വെച്ചില്ലേല് എന്റെ അച്ഛൻ എന്തെങ്കിലും അസുഖം വരും, അങ്ങനത്തെ ഉള്ള തോട്ട്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ശരിയാണ്, അൺറിലേറ്റഡ് ആണ്. എക്സെപ്റ്റ് ആ കണ്ടാമിനേഷൻ ഒഴിച്ച് ബാക്കി എല്ലാം നോക്കുമ്പോ ഏറെക്കുറെ അൺറിലേറ്റഡ് ആയിരിക്കും. കണ്ടാമിനേഷൻ പിന്നെയും ഓക്കെ, അസുഖം വരും, ചളിത്തൊട്ട അസുഖം വരും, കമ്പയർ കണക്ഷൻ ഉണ്ടെന്ന് പറയാം. ബാക്കിയൊക്കെ അത്യാവശ്യം നമ്മൾ അൺറിലേറ്റഡ് ആയിട്ടാ കാണാറ്. പിന്നെ ഇങ്ങനെ കുട്ടിക്ക് സൊമാറ്റിക് ഒബ്സെഷൻസ്, എക്സസീവ് കൺസേൺ വിത്ത് ഇൽനെസ് ഓർ ഡിസീസ്, എന്തെങ്കിലും ഒരു ഇൽനെസ്സോ ഡിസീസോ നമുക്ക് ഉണ്ടെന്ന് ആലോചിച്ചിട്ടുള്ള എക്സസീവ് കൺസേൺ. പിന്നെ എക്സസീവ് കൺസേൺ വിത്ത് ബോഡി പാർട്ട് ഓർ ആസ്പെക്ട് ഓഫ് അപ്പിയറൻസ്. അതായത് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ബോഡി പാർട്ട്, ചില അവർക്ക് ഉണ്ടോ മൂക്ക് വളഞ്ഞാണോ ഇരിക്കണേ, എന്റെ മൂക്ക് വളഞ്ഞാ ഇരിക്കണേ, ചിലപ്പോ അവരുടെ മൂക്ക് വളഞ്ഞിട്ടായിരിക്കില്ല. അത് ഇപ്പൊ ശരിക്കും ചില ആൾക്കാരുടെ മൂക്കിൽ ചെറിയ വളവൊക്കെ ഉണ്ട്, എന്നിട്ട് ആ കുട്ടിക്ക് അത് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് OCD ആവില്ല. പക്ഷെ മൂക്കിൽ ക്ലിയർ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും ഈ കുട്ടിക്ക് അല്ല ഇത് വളഞ്ഞായിരിക്കണേ എന്നുള്ള തോട്ടായിരിക്കും. അതിനാണ് ഈ ഡിസ്മോർഫോഫോബിയ എന്ന് പറയണത്. എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിന്റെ ഒരു ആസ്പെക്ട് ഓഫ് അപ്പിയറൻസിനെ കുറിച്ചുള്ള ഇത്. പിന്നെ റിലീജിയസ് ഒബ്സഷൻ നമ്മുടെ നാട്ടിൽ കുറെ കാണാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മള് മുസ്ലിം റിലീജനിൽ വിശ്വാസം അങ്ങനെ എന്തോ ഒരു വേർഡ് ഉണ്ട്, അത് ആർക്കെങ്കിലും അറിയുന്നൊന്ന് പറയൂ? വിശ്വാസം അതന്നെ. അപ്പൊ ഇത് നമ്മൾ കോമൺലി കുറെ കാണാറുണ്ട് ഇപ്പൊ. അതായത് നമ്മള് റിലീജിയസ് ബിലീഫ് ഉണ്ട്, റിലീജിയസ് ഒബ്സഷൻ ഉണ്ട്. റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത് ഇപ്പം ഇത്ര നേരം 5 നേരം പ്രേ ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യണം, ദാറ്റ് ഇസ് എ റിലീജിയസ് ബിലീഫ്. അത് ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം, അതിന് കുറെ പ്രോസസ് ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം, ദാറ്റ് ഇസ് എ റിലീജിയസ് ബിലീഫ്. പക്ഷെ ചില ഇതില് ഇങ്ങനെ ഉണ്ട്, അതായത് അപ്പോ ഒരു ഒബ്സഷൻ ഉള്ള ആൾക്കാരില് ഇപ്പൊ അവർക്ക് ഒട്ടും വയ്യാന്ന്, ഭയങ്കര പനിയാണ്, ബോഡി ഭയങ്കര പെയിൻ ആണ്, ഒട്ടും വയ്യാത്തൊരവസ്ഥയാ, ബെഡിൽ നിന്ന് എണീക്കാൻ പോലും വയ്യ, അത്രയും ടയർഡായിട്ടാ ഇരിക്കണേ. പക്ഷെ അപ്പൊ എന്തായാലും ഭഗവാൻ നമ്മളോട് അങ്ങനെ ഒരു അവസ്ഥയിൽ നീ ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ അസുഖം മാറില്ല എന്ന് പറയില്ല. പക്ഷെ ഒബ്സഷൻ ഉള്ളവർക്ക് അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അപ്പൊ ഞാൻ ഇത് ചെയ്തേ പറ്റൂ എന്നിട്ട് അപ്പൊ അവർ അത്രയും ബുദ്ധിമുട്ടി അത് ചെയ്യും. അപ്പൊ അവർ അത്രയും ബുദ്ധിമുട്ടി അത് ചെയ്യുമ്പോൾ അവസാനം ദേ മൈറ്റ് ഇവൻച്വലി ഫോൾ ഇൽ. എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഒരു കുട്ടിയായിരുന്നു അത് 15-16 വയസ്സെങ്ങാനുണ്ട്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവര് പ്രെയർ ആവുന്ന സമയമാകുമ്പോ ഇവരുടെ സ്കൂളിൽ നിന്ന് കുറച്ചൊന്ന് നടന്നിട്ട് ഒരു പള്ളിക്ക് പോയിട്ട് വേണം പ്രേ ചെയ്യാൻ. അപ്പൊ അന്നൊരു ദിവസം കുട്ടിക്ക് എന്തോ വയ്യാതെ വളരെ വയ്യാതെ ഇരിക്കുമായിരുന്നു. പക്ഷെ കുട്ടിക്ക് അത് പോവാതെ ഇരിക്കാൻ അവിടെ പറ്റണില്ല. പോവാൻ വയ്യ, പക്ഷെ വയ്യാന്ന് വെച്ച് അവിടെ ഇരുന്നാ ഇങ്ങനത്തെ തോട്ട്സാ, നീ പോയില്ലേല് നീ യു ആർ ഡൂയിങ് സംതിങ് റിയലി റോങ്, നീ പോയില്ലേല് എന്റെ അസുഖം മാറില്ല, അതായത് അങ്ങനെ റിപ്പീറ്റഡ്ലി തോട്ട്സ് വരുമ്പോ ഇതിലും ഭേദം ഞാൻ അത് പോയി ചെയ്താലേ റെഡി ആവുള്ളൂ എന്നതില് കുട്ടി എണീറ്റ് പോയിട്ട് നടന്നു പോണ വഴിക്ക് തല കറങ്ങി വീഴുന്നു. അങ്ങനെ അപ്പൊ ദർ ഇസ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ ബിലീഫ് ആൻഡ് ഒബ്സഷൻ. അതുപോലെ വേറൊരു കുട്ടിയല്ല,
27-28 വയസ്സുണ്ട്. അപ്പൊ ആള് ചെറുപ്പം തൊട്ടേ ഭയങ്കര രാമായണം, ഭഗവത്ഗീത ഇതൊക്കെ വായിച്ചിട്ട് ഭയങ്കര ബിലീഫുള്ള ആളാണ് എല്ലാത്തിലും. അപ്പം പണ്ടെങ്ങാനും അവരുടെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് എക്സാമിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നരക്കുടം എന്നെന്തോ പറയും പോലും, ഒരു കുടം നിറയെ വെള്ളം എങ്ങാനും വെച്ചിട്ട് വീട്ടിന്റെ പുറത്ത് വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോവാൻ. അപ്പം നല്ല മാർക്ക് കിട്ടും എന്നത് ചെറുപ്പം തൊട്ട് അമ്മമ്മ ചെയ്തു കൊടുക്കും, ഇത് ചെയ്യും അങ്ങനെ. അപ്പൊ ഓക്കെ, ദിസ് ഇസ് എ ബിലീഫ്, അത് അവരത് ഫോളോ ചെയ്യണം. അവരുടെ അമ്മമ്മയൊക്കെ മരിച്ചു. പിന്നെ ആളിപ്പോ ജർമ്മനിയിലാണ്. പക്ഷെ ആൾക്ക് എക്സാമിന് ഇത് ചെയ്യാതെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം ആള്, അതായത് ഓക്കെ, ചില ദിവസങ്ങളിൽ ആൾക്ക് ഇത് ചെയ്യണമെന്നുണ്ട്, അങ്ങനെ നാണക്കേടോ പ്രശ്നമൊന്നുമില്ല, ആളത് ചെയ്യും. ചെറിയ കപ്പില് വെള്ളം നിറച്ച് വെക്കും, കുടത്തിലൊന്നും വെക്കാൻ പറ്റില്ല, ചെറിയ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ആളുടെ ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ പോകും. ചില ദിവസങ്ങളിൽ അവിടെ ഇങ്ങനെ ട്രാമെന്ന് എങ്ങാനോ പറയുന്നു അവര്, ബസ്സിന്. അപ്പം ടൈമിങ് ഭയങ്കര ഫിക്സ്ഡാ. ഇപ്പൊ 9:28 ബസ് വരും. ആ 9:28 ആ ബസ് ബോർഡ് ചെയ്താലേ ആൾക്ക് അത് എക്സാമിന് അവിടെ ടൈമിന് എത്താൻ പറ്റും. അപ്പൊ കറക്റ്റ് ആ ടൈമിന് വേണം ഇറങ്ങാൻ, ലേറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈവൻ ഓൺ ഡേയ്സ് വെൻ ആള് ലേറ്റ് ആയി, അപ്പൊ ഇനി ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അവിടെ വെക്കാൻ സമയമില്ല, ഇറങ്ങി ഓടിയാലേ കറക്റ്റ് 2 മിനിറ്റ്സിൽ ബസ് സ്റ്റാൻഡ് എത്തുള്ളൂ, ആ ബസ് കിട്ടുള്ളൂ. ആ ബസ് കിട്ടിയില്ലെങ്കിൽ എക്സാമിന് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ല. എന്നാൽ പോലും ആൾക്ക് അത് വെക്കാതെ ഇറങ്ങാൻ പറ്റില്ല. നൗ ദാറ്റ് ഈസ് വെയർ ഇറ്റ് ബിക്കംസ് എൻ ഒബ്സഷൻ. ബിലീഫ് എന്ന് പറയുമ്പോൾ ആ ലൈൻ വരെ, ഇത് ചെയ്യാതെ എനിക്ക് പറ്റില്ല, അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഫെയിൽ ആവും എന്നുള്ളപ്പോ അത് ഒബ്സഷൻ. ദിസ് ഇസ് ദ ഫൈൻ ലൈൻ ബിറ്റ്വീൻ. ഇപ്പൊ നമ്മൾ കുറച്ച് ഭയങ്കര സെൻസിറ്റീവ്ലി ഡീൽ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ചില ആൾക്കാര് നമ്മൾ അവരുടെ റിലീജിയസ് ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്താ അവര് ഡിഫെൻഡിങ്, അവർക്ക് ദേഷ്യം വരും, അവർക്ക് തിരിച്ച് അങ്ങനെ, ബിക്കോസ് ഫോർ ദം ഇറ്റ് ഇസ് ബിലീഫ്. നമ്മൾ ഭയങ്കര സെൻസിറ്റീവ്ലി അവർക്ക് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, വാട്ട് ഈസ് ദറ്റ് ഫൈൻ ലൈൻ ബിറ്റ്വീൻ എ ബിലീഫ് ആൻഡ് ഒബ്സഷൻ. ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു ഗോഡും പറഞ്ഞിട്ടില്ല. അത്രയും ഹെൽത്ത് അത്രയും ബുദ്ധിമുട്ടായിരിക്കുമ്പോ അത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര സെൻസിറ്റീവ്ലി ഹാൻഡിൽ ചെയ്യണം അങ്ങനത്തെ കേസസ് വരുമ്പോ. ഓക്കെ. പിന്നെ എക്സസീവ് കൺസേൺ വിത്ത് റൈറ്റ് ഓർ റോങ് മൊറാലിറ്റി. ഇപ്പൊ നമ്മുടെ എല്ലാ റിലീജിയനിലും അവരുടേതായ ശരിയും തെറ്റുകളും ഇതൊക്കെ. ഇപ്പൊ ബൈബിളിലാണേലും ഖുറാനിലാണേലും ഹിന്ദുസിന്റെ ഇതിലാണേലും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇതാണ് ശരി എന്നത്. ചിലർക്ക് അതിനോടൊരു എക്സസീവ് കൺസേൺ ആയിരിക്കും. അതായത് ചില സമയത്ത് ആ തെറ്റ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അതിലെല്ലാ റൈറ്റ് ആൻഡ് റോങ് മൊറാലിറ്റി ഫോളോ ചെയ്യേണ്ട ഇത് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ സിനിമ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോ ഹിന്ദുസിലെ പീരിയഡ് സമയത്ത് ചില സാധനങ്ങൾ തൊടാതിരിക്കുക, അവിടെ എവിടെയും പോവാതിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഈ ഒബ്സഷൻ ഉള്ളവർക്ക് അത് ചെറുതായിട്ട് തെറ്റിയാൽ തന്നെ അവർക്ക് റിപ്പീറ്റഡ്ലി തോട്ട്സ് വരും, ഞാൻ ഡൺ എ വെരി മിസ്റ്റേക്ക്, അപ്പൊ ഞാൻ എന്റെ ലൈഫ് അത് കാരണം ഇതാവാൻ പോവാ, അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ മിസ്സലേനിയസ് ഒബ്സഷനിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഇതാക്കിയിട്ടുണ്ട്. ഇതിലാണ് മറ്റേ ഇൻട്രൂസീവ് സൗണ്ട്സ്, വേർഡ്സ്, മ്യൂസിക്കും നമ്പേഴ്സും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് മ്യൂസിക് കേൾക്കണ ഒബ്സഷൻ ഉണ്ടായിരുന്നു, പാട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നുള്ളത്. ഞാൻ ഈ ക്ലാസ്സിലല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അല്ല. ഓക്കെ. ഞാൻ താഹിർ എന്തെങ്കിലും പറയാൻ വന്നായിരുന്നു? ഞാൻ കേട്ടില്ലെന്ന് പറയായിരുന്നു. ഓക്കെ. അതായത് ഞാൻ തെറപ്പി എടുക്കുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് 8 വയസ്സാണ് ഇപ്പോ. അപ്പം കുട്ടിക്ക് മ്യൂസിക് കേൾക്കും, കാതിൽ മ്യൂസിക് കേൾക്കും. അപ്പൊ നമ്മൾ ആദ്യം സൈക്കോസിസ് ആണോ ഹാലൂസിനേഷൻ ആണോ എന്ന് ചോദിച്ചു. പക്ഷെ പിന്നെ കുറെ നമ്മൾ നോക്കിയപ്പോ കുട്ടി പറയുന്നുണ്ട് ഇത് തലേന്റെ ഉള്ളിൽ നിന്നാ കേൾക്കണേന്ന്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഹിസ് തോട്ട്. ഓക്കെ. നമ്മൾ എങ്ങനെയാണ് ഒരു ഹാലൂസിനേഷനെയും ഒബ്സഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് കേൾക്കും. അതായത് മറ്റേ ഇപ്പം നിങ്ങൾ മറ്റേ പ്രജു ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എന്നെ കാണാൻ കൊള്ളില്ല അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഹാലൂസിനേഷൻ പറയുമ്പോൾ ശരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എന്നെ കാണാൻ കൊള്ളില്ല എന്ന്, അപ്പൊ നിങ്ങൾക്ക് ഈ സൗണ്ട് പുറത്തുനിന്നല്ലേ കേൾക്കണേ, അതേപോലെ കേൾക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർ തിരിഞ്ഞൊക്കെ നോക്കും, അവിടുന്ന് എവിടുന്നോ സൗണ്ട് കേൾക്കണ പോലെയൊക്കെ തോന്നും. അവർക്കത് ലിറ്ററലി പുറത്തുനിന്ന് ഒരു സ്റ്റിമുലസ് ആയിട്ടാ കേൾക്കുക, പുറത്തുനിന്ന് കേൾക്കണ പോലെ കേൾക്കുക. ഇഫ് ദ ക്ലൈന്റ് ഇസ് ടെല്ലിങ് പുറത്ത് നല്ലത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെയാ ഈ ശബ്ദം വരുന്നത്, എന്റെ ഉള്ളിൽ നിന്ന് തന്നെയാ കേൾക്കണെന്ന് പറയണമെങ്കിൽ ദാറ്റ് ഇസ് ഒബ്സഷൻ. അവർക്ക് അത് അവരുടെ തോട്ടാണ്. പക്ഷെ അവർക്ക് തോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്
ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ ആം, ഉം, അങ്ങനത്തെ കുറച്ച് മിസ്ലീനിയസ് കാര്യങ്ങൾ. അപ്പൊ ഇത് ചെക്ക് ലിസ്റ്റിൽ പാസ്റ്റും ഉണ്ട് കറന്റും ഉണ്ട്. ഇപ്പൊ ചിലവർക്ക് പണ്ട് കുറെ കേസിൽ നമ്മൾ കാണാം ഇതിങ്ങനെ എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അത്ര ഇല്ല എന്നൊക്കെ പറയാം. അപ്പൊ കറന്റിലുള്ളത് കറന്റിൽ ടിക്ക് ചെയ്യാം, പാസ്റ്റിൽ ഉണ്ടായിരുന്നത് പാസ്റ്റിൽ ടിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 4 സിവിയർ ഒബ്സഷൻ, ഇതിൽ ഏറ്റവും മോസ്റ്റ് സിവിയർ ഏതാ, ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കണത് ഏതാ, നെക്സ്റ്റ് ഏതാ, അങ്ങനെ ഒരു 4 ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതില് എന്താ ടൈം ഓക്യുപ്പൈഡ് ബൈ ഒബ്സസീവ് തോട്ട്സ്. ഒരു ദിവസം എത്ര നേരമാണ് ഈ ഒബ്സസീവ് തോട്ട്സ് കാരണം നമ്മുടെ സമയം പോണേ? ലെസ് ദാൻ 1 hour ആണോ, 1 to 3 hours ആണോ, മോർ ദാൻ 3 hours അപ് ടു 8 hours വരെ, അല്ലെങ്കിൽ ഈവൻ മോർ ദാൻ 8 hours, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. അങ്ങനെ സമയമൊന്നും പറയാനില്ല, 24 മണിക്കൂർ എന്റെ മൈൻഡിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഈ തോട്ട് വരലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഇത് മാർക്ക് ചെയ്യാം. പിന്നെ ഒബ്സഷൻ ഫ്രീ ഇന്റർവെൽ, അതായത് ഒരു ആവറേജില് ഒരു ദിവസത്തിൽ ഒരു ലോങ്സ്റ്റ് ടൈം എത്ര സമയമാണ് ഈ ഒബ്സഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പറയാ അതിപ്പോ ഞാൻ രാവിലെ കോളേജിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ബിസി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മണിക്കൂറൊന്നും എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും പിന്നെ വരാറില്ല എന്നുണ്ടെങ്കിൽ എന്താ 4 to 5 hours എന്ന രീതിക്ക് ഇതാക്കാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ലോങ് സിംറ്റം ഫ്രീ ഇന്റർവെൽ മോർ ദാൻ 8 hours പെർ ഡേ. ഒരു 8 മണിക്കൂറിൽ കൂടുതലൊക്കെ അടുപ്പിച്ച് എനിക്ക് ഈ തോട്ട്സ് ഇല്ലാതെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വരും. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 3 hours to 8 hours, 1 to 3 hours, പിന്നെ ലെസ് ദാൻ 1 കോൺസിക്യൂട്ടീവ് hour സിംറ്റം ഫ്രീ ആണെങ്കിൽ എക്സ്ട്രീം കേസസ് ആയിരിക്കും. അതായത് ഒരു ദിവസത്തില് 1 മണിക്കൂർ പോലും അടുപ്പിച്ച് എനിക്ക് ചിന്ത വരാതെ ഇരുന്നിട്ടില്ല, അതൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം കേസസ് ആയിരിക്കും. പിന്നെ ഇന്റർഫറൻസ് ഡ്യൂ ടു ഒബ്സസീവ് തോട്ട്സ്. ഈ ഒബ്സസീവ് തോട്ട്സ് കാരണം നമ്മുടെ സ്കൂളിങ്ങിലും ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ കളിക്കുക പഠിക്കുക അങ്ങനത്തെ കാര്യത്തിൽ എത്രത്തോളം ഇത് അഫക്ട് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ മൈൽഡ് ആണെങ്കിൽ സ്ലൈറ്റ് ഇന്റർഫറൻസ് വിത്ത് സോഷ്യൽ ഓർ സ്കൂൾ ആക്ടിവിറ്റീസ്, ഓവറോൾ പെർഫോമൻസ് ഒന്നും ഇമ്പാർ ആയിട്ടില്ല. അതായത് ഇത് വന്നതിന് ശേഷം കുട്ടിയുടെ പഠിത്തം താഴോട്ട് പോയി അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ആക്ടിവിറ്റീസിലും സോഷ്യൽ റിലേഷൻഷിപ്പിലൊക്കെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ വലിയ ഇമ്പാർമെന്റ് ഇല്ല. Definite interference with social or school performance, but still manageable. Causes substantial impairment, അതായത് അത്യാവശ്യം ഒരു ഇമ്പായർമെന്റ് ഉണ്ടായിട്ടുണ്ട് ആളുടെ സ്കൂൾ പെർഫോമൻസിലും സോഷ്യൽ റിലേഷൻഷിപ്പിലും ഒരു ഇമ്പായർമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ട് കുട്ടി ആൾക്കാരോട് മിണ്ടണ പോലെ ഇപ്പൊ മിണ്ടണില്ല, പണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോണ പോലെ ഇപ്പൊ പോവാറില്ല, പണ്ട് പഠിച്ചിരുന്ന പോലെ ഇപ്പൊ പഠിക്കാറില്ല, അങ്ങനെയുള്ളത്. എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഇൻകപ്പാസിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇമ്പയർഡ് ആണ്. ഈ ഒരു തോട്ട്സ് കാരണം കുട്ടിയുടെ എല്ലാ ഫങ്ഷനിങ്ങിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഡിസ്ട്രസ് അസോസിയേറ്റഡ് വിത്ത് ഒബ്സസീവ് തോട്ട്സ്. ഈ ഒബ്സസീവ് തോട്ട്സ് കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, ഡിസ്ട്രസ് ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് അതങ്ങനെ ബുദ്ധിമുട്ടില്ലേ, എപ്പോഴും ഇത് തലയിലുണ്ട്, തോട്ട് എപ്പോഴും ഉണ്ട്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഡിസ്റ്റർബിംഗ് എന്നും പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ വെരി ലെസ് ലൈക്ലി. അപ്പം ഡിസ്ട്രസ് അസോസിയേറ്റഡ് ഒബ്സസീവ് തോട്ട്സ് അത്ര ഡിസ്റ്റർബിംഗ് അല്ല എന്നുണ്ടെങ്കിൽ മൈൽഡ്, ഫ്രീക്വന്റ് ആണ്, ഡിസ്റ്റർബിംഗ് ആണ്, പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോഡറേറ്റ്, വെരി ഫ്രീക്വന്റും വെരി ഡിസ്റ്റർബിംഗും ആണ്, നിയർ കോൺസ്റ്റന്റ് ആൻഡ് ഡിസേബിളിംഗ്, അതായത് ഭയങ്കര ഡിസ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ആണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല, എപ്പോഴും ഈ തോട്ട് തന്നെയാണ് എന്നുള്ളത്. റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഒബ്സഷൻ. ഈ ഒബ്സഷനെ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, തോട്ട്സിനെ മാറ്റാൻ കമ്പൽഷൻ ചെയ്യാതെ തന്നെ മാറ്റാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മേക്സ് ആൻ എഫേർട്ട് ടു ഓൾവേസ് റെസിസ്റ്റ് ഓർ സിംറ്റംസ് സോ മിനിമൽ ഡസൻ നീഡ്. ഓക്കെ, അതായത് എപ്പോഴും ഈ തോട്ട് വന്നാലും ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും, റെസിസ്റ്റ് ആവാറുണ്ട്. സിംറ്റംസ് ഭയങ്കര മിനിമൽ ആണ്, അത് ചിലപ്പോൾ ആക്റ്റീവ്ലി റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിങ്ങനെ വന്നു ഭയങ്കര അത്ര ഡിസ്റ്റർബിംഗ് അല്ല എന്നുണ്ടെങ്കിൽ 0. ട്രൈസ് ടു റെസിസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം, ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ മൈൽഡ്. ഞാൻ കുറച്ച് എഫേർട്ട് ചെയ്യാറുണ്ട് റെസിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മോഡറേറ്റ്. yields to all obsession without attempting to control them. കൺട്രോൾ ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല, ആ ഒബ്സഷൻ എന്ന് പറയണ പോലെ ഞാൻ അങ്ങ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ ഒബ്സഷൻ പറയാ ഇതിവിടെ മാറ്റി വെക്കാം, അപ്പൊ ഞാൻ അത് മാറ്റി വെക്കാം, ഇത് ചെയ്യാൻ പറയാം എങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ അത് റെസിസ്റ്റ് ചെയ്യാനേ, കൺട്രോൾ ചെയ്യാൻ അറ്റംപ്റ്റ് പോലും ചെയ്യാറില്ല, വിത്ത് സം റിലക്ടൻസ്. പക്ഷെ ആ കമ്പൽസൻസ് ചെയ്യണത് ഒരു ബുദ്ധിമുട്ടോടെയാണ്, ഒരു റിലക്ടൻസോടെയാണ് ചെയ്യണമെന്നുള്ളത്. എക്സ്ട്രീം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആൻഡ് വില്ലിംഗ്ലി yields to all obsession. അത് കൺട്രോൾ ചെയ്യാനേ അവർ നോക്കാറില്ല. ഒബ്സഷൻ വരും, കംപ്ലീറ്റ്ലി അവര് അതിൽ പറയണ പോലെ കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെയാണോ 10 വട്ടം ക്ലീൻ ചെയ്യാം 10 വട്ടം ക്ലീൻ ചെയ്യും.
സ്റ്റെപ്പ് കയറി ഇറങ്ങുക, 10 വട്ടം കയറി ഇറങ്ങും. വാട്ട് എവർ ദ ഒബ്സഷൻ ഇസ് കംപ്ലീറ്റ്ലി ഞാൻ അത് അതുപോലെ ചെയ്യും. ഞാൻ അത് നിർത്താനൊന്നും നോക്കാറില്ല, ഒന്നും ചെയ്യാറില്ല എന്നുള്ളത്. ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ ഒബ്സസീവ് തോട്ട്സ്. ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. യൂഷ്വലി ഏബിൾ ടു സ്റ്റോപ്പ് ഓർ ഡൈവേർട്ട് ഒബ്സഷൻ വിത്ത് സം എഫേർട്ട് ആൻഡ് കോൺസെൻട്രേഷൻ എന്നാണെങ്കിൽ 1. സംടൈംസ് ഏബിൾ ടു സ്റ്റോപ്പ് ഓർ ഡൈവേർട്ട് എന്നാണെങ്കിൽ 2. റയർലി ഒബ്സഷൻ സ്റ്റോപ്പ് ചെയ്യണതിൽ റയർലി ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഞാൻ ആ ഒബ്സഷന് എന്റെ അറ്റൻഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് വേണം ആ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരാൻ എന്നുണ്ടെങ്കിൽ 3. നോ കൺട്രോൾ എക്സ്പീരിയൻസ്ഡ് ആസ് കംപ്ലീറ്റ്ലി ഇൻവോളണ്ടറി, റയർലി ഏബിൾ ടു ഇവൻ മൊമെന്റലി, കുറച്ചു പോലും എന്റെ തോട്ട് ആയിരുന്നു എനിക്ക് ഡൈവേർട്ട് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. കംപ്ലീറ്റ്ലി ഇൻവോളണ്ടറി ആയിട്ട് ഞാൻ ഒബ്സഷന്റെ കൂടെ എന്റെ കൺട്രോൾ വിട്ടു പോവാറുണ്ട്. കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടില്ല, ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നോ കൺട്രോൾ. ഓക്കെ, ഇതാണ് ഒബ്സഷന്റെ. പിന്നെ അടുത്ത് CY ബോക്സിന്റെ കമ്പൽഷന്റെ ചെക്കിൽ ഫസ്റ്റ് കണ്ട അതേ ഒബ്സഷൻസിലേക്ക് കമ്പൽഷൻ ആണിത്. ഇത് വാഷിംഗ് ഓർ ഇത് അപ്പൊ എക്സസീവ് ആയിട്ടുള്ള വാഷിംഗ്, ഹാൻഡ് വാഷിംഗ്, ബ്രഷിംഗ്, ബാത്തിങ് എന്ന കാര്യങ്ങളൊക്കെ. ചെക്കിംഗ് കമ്പൽഷനിൽ ഇങ്ങനെ ലോക്സ്, ടോയ്സ്, സ്കൂളിന്റെ ബുക്ക് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യും. വെച്ച സ്ഥലത്തിലുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യും, മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത്. ചെക്കിംഗ് അസോസിയേറ്റഡ് വിത്ത് ഗെറ്റിംഗ് വാഷ്, ഡ്രസ്ഡ് ഓർ അൺഡ്രസ്ഡ്. ഇപ്പൊ ഇവൻ എന്തെങ്കിലും വാഷ് ചെയ്യണ കാര്യം വൃത്തിയായിട്ടുണ്ടോ എന്നുള്ളത് പോലും റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്യണതും ചെക്കിങ്ങിന്റെ ഇതിൽ വരും. ചെക്കിംഗ് ദാറ്റ് ഡിഡ് നോട്ട് ഓർ വിൽ നോട്ട് ഹാം അതേഴ്സ്. ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യം വേറെ ആരെങ്കിലും ഹാം ചെയ്തിട്ടുണ്ടോ എന്ന് ഇവര് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമില്ലല്ലോ, തട്ടിയോ കുഴപ്പമില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് റിപ്പീറ്റഡ്ലി അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്കിംഗ് ദാറ്റ് നത്തിങ് ടെറിബിൾ വിൽ ഹാപ്പൻ ഓർ ഡിഡ് ഹാപ്പൻ. എന്റെ കാരണം എന്തെങ്കിലും ടെറിബിൾ ആയിട്ടുള്ള സംഭവം നടന്നു പോവോ എന്ന പേരിൽ they'll keep checking that nothing bad has happened. Something bad has happened എന്നുള്ള തോട്ട് ഉണ്ടാവും. ചെക്കിംഗ് ദാറ്റ് ഡിഡ് നോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. അവർക്ക് ഇങ്ങനെ ഇവൻ ഹോംവർക്ക് കാര്യങ്ങളിലൊക്കെ എന്തോ മിസ്റ്റേക്ക്, എന്തോ തെറ്റുണ്ട് എന്നുള്ള തോട്ട് ഉണ്ടാവും. അത് കാരണം അവര് റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്യും ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ ചെക്കിംഗ് ടൈപ്പ് ടു സൊമാറ്റിക് ഒബ്സഷൻ. സൊമാറ്റിക് ഒബ്സഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബോഡിയിൽ പെയിനോ ബോഡിയിൽ എന്തെങ്കിലും ഒരു സെൻസേഷനോ കാര്യങ്ങളോ ഉണ്ടാവും. അത് റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇപ്പൊ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ഹീലായോ മാറിയോ അങ്ങനെ. സൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ മറ്റേ ഇതിൽ പറഞ്ഞില്ലേ സൊമാറ്റിക് ഇതിൽ ഇപ്പൊ മൂക്ക് വളഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ മുഖത്തിൽ സംതിങ് ബാഡ്, മുഖം കാണാൻ ഒരു ഇതില്ല എന്നൊക്കെ. അപ്പൊ അവര് റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, പിമ്പിൾസ് ആണേലും മുഖമാണേലും. പിന്നെ റിപ്പീറ്റിംഗ് റിച്വൽസ്, ഇത് കുറെ കുട്ടികളിൽ കാണും. കുട്ടികളിൽ ഞാൻ മെയിൻ ആയിട്ടും കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ഒരു റിപ്പീറ്റിംഗ് റിച്വൽ. കുട്ടികൾ എന്ന് പറയുമ്പോൾ കോളേജിൽ പോകുന്ന ആൾക്കാരും ഈവൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇതിൽ. അപ്പൊ അവർക്ക് എഴുതിയത് കറക്റ്റ് തന്നെ ആയിരിക്കും, അവർക്കും അറിയാം അത് കറക്റ്റ് തന്നെയാണെന്ന്. പക്ഷെ there will be some obsession, no it is wrong, you cut and write. അപ്പൊ അത് കട്ട് ചെയ്ത് അവർ വീണ്ടും എഴുതും. അത് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും അവർക്ക് അത് കട്ട് ചെയ്ത് വീണ്ടും എഴുതണം. അതെല്ലാം റീഡ് ചെയ്യുമ്പോൾ അവരിപ്പോ ഒരു സെന്റൻസ് വായിച്ചു, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ സെന്റൻസ് ആണ്, അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ അവരുടെ തോട്ട് പറയും ഇല്ല അത് വീണ്ടും വായിക്കും. അപ്പൊ അവരത് വീണ്ടും വായിക്കും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൈൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കും. പിന്നെ നീഡ് ടു റിപ്പീറ്റ് റൊട്ടീൻസ്. ഡോറിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ പുറത്തു പോയിട്ട് ഉള്ളിൽ വരിക, അങ്ങനെയുള്ള ഇതൊക്കെ കാണാറ്. എന്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസിന് ഒരു കുട്ടിക്ക് ഒബ്സഷൻ, കുട്ടി കുറച്ച് റിലീജിയസ് ആണ്. അപ്പൊ കുട്ടിക്ക് ഒബ്സഷൻ തോട്ട്സ് ഇങ്ങനെ വരണ്ടല്ലോ. അപ്പൊ കുട്ടി ഇത് റിലേറ്റ് ചെയ്തത് ദിസ് ഇസ് ഗോഡ് ടോക്കിംഗ് ടു മീ എന്നുള്ള രീതിക്ക്, ദൈവം എന്നോട് പറയണതാന്ന രീതിക്ക് അത് റിലേറ്റ് ചെയ്തു. ചെറുപ്പം തൊട്ടേ ഉണ്ട്. എന്റെ അടുത്ത് വന്നത് ഒരു 17 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ ഈ കുട്ടി ഇപ്പൊ ഈ സീറ്റിലിരുന്നു. ഇപ്പൊ വന്നിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ചെയർ ടേബിളും പിന്നെ അവിടെ 2 ചെയർ ഉണ്ട്. കുട്ടി ഒരു ചെയറിൽ വന്നിരുന്നു, 10 സെക്കൻഡ് ആയപ്പോഴേക്കും മാറ്റി ഇപ്പുറത്തെ ചെയറിലിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നപ്പോ ഒബ്സസീവ് തോട്ട് പറഞ്ഞു മാറിയിരിക്കാൻ, ഇവിടെ ഇരിക്കേണ്ട, സംതിങ് ബാഡ് വിൽ ഹാപ്പൻ, മാറിയിരിക്കുന്നു. കുട്ടിയുടെ വിചാരം ഇത് ദൈവം എന്നോട് പറയണതാന്നുള്ളതാ, ഗോഡ് ഇസ് ടോക്കിംഗ് ടു മീ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന മേ ബി എന്തെങ്കിലും എന്റെ തലയിൽ വീഴും, എന്തെങ്കിലും സംഭവിക്കും, ചെയർ പൊട്ടും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എന്നോട് മാറിയിരിക്കാൻ പറയണതുകൊണ്ട് കുട്ടി മാറിയിരിക്കും. ഓക്കെ, കുട്ടി അപ്പൊ അത് ഗോഡായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ ഇത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് അത് ദൈവമാണെന്ന് കുട്ടി പറയുമ്പോൾ നമ്മളത് അല്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ദേഷ്യം വരും. ബിക്കോസ് അവരത് അത്രയും വിശ്വസിക്കണ പിന്നെ നമ്മൾ കുറെ പറഞ്ഞു നോക്കി, ഇത് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടല്ലേ. അതായത്
കുട്ടി ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ക്ലാസ്സിലും അങ്ങനെ തന്നെയാ. ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും ഈ തോട്ട്, മാറിയിരിക്കും എന്നുള്ളത്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് മാറിയിരിക്കാനും കുട്ടിക്ക് പേടിയാണ്, നാണക്കേടാണ്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെ അത് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, അത് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ദൈവം ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറയോ? നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിലിട്ടിട്ട് ഒരു കാര്യം നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറയോ എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരുന്നു ഒബ്സഷൻ കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്തെടുത്തത്. പക്ഷെ ആ കുട്ടി എല്ലാം അതായിട്ടായിരുന്നു റിലേറ്റ് ചെയ്യണേ, എല്ലാ കാര്യം. കുറെ ഒബ്സഷൻ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്, ഇതുപോലെ റൈറ്റിങ്ങും എക്സാം എഴുതുമ്പോ. അപ്പം ഇങ്ങനെ ദൈവം എന്നോട് പറയണേ ഇത് വെട്ടി എഴുതാൻ, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് പോകും, അപ്പൊ ഞാൻ വെട്ടി എഴുതും. അങ്ങനെയായിരുന്നു ആ കുട്ടി റിലേറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഓക്കെ. പിന്നെ കൗണ്ടിങ് കമ്പൽഷൻസ്. എന്ത് ചെയ്യുമ്പോഴും അവര് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് അത് ഇത്ര ഇപ്പം എന്താ പറയാ, ഇതും കുറെ പേരിൽ കാണാറുണ്ട് കൗണ്ടിങ് ഒബ്സഷൻസ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കും, എന്നിട്ട് അത് അവർക്ക് ഇതായിട്ടുള്ള നമ്പേഴ്സിൽ വരണം, അപ്പോഴേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തൊരു കാര്യം കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഇതുണ്ടാവും. ഈവൻ വേർഡ്സ് ആയിക്കോട്ടെ, എല്ലാം കൗണ്ട് ചെയ്തിട്ട് അവര് ഡെൽ ബി ഒബ്സസ് വിത്ത് ദറ്റ് കൗണ്ടിങ്. പിന്നെ ഓർഡറിങ്ങും റീഅറേഞ്ചിങ്ങും. ഓർഡറിങ് റീഅറേഞ്ചിങ്ങും പറഞ്ഞിട്ട് സിമെട്രി, എല്ലാം ലൈനിലിരിക്കുക, എല്ലാം ഒരു ലൈനിൽ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ പേര് കാണാൻ. ടൈൽസ് ഇല്ലേ, അവര് സോഫയും ചെയറൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ ടൈൽസിൽ ഇങ്ങനെ ലൈൻസ് ഉണ്ടാവുമല്ലോ, കറക്റ്റ് ആ ലൈനിൽ ടച്ച് ആവണ പോലെ വെക്കണം, ആ ലൈനിന്റെ മുമ്പോട്ട് വെക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഹോർഡിങ് ആൻഡ് സേവിങ് കമ്പൽഷൻസ്. ഇതാണ് മറ്റേ അവിടെ കണ്ടില്ലേ, ഫിയർ ഓഫ് ലൂസിങ് തിങ്സിന്റെ ഒബ്സഷൻ. അതിന്റെ കമ്പൽഷൻ ആണ് ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കുക. ചെറിയ മക്കളെ കാറുകളെ അറേഞ്ച് ചെയ്യുന്നില്ല. അതായത് അതാ പറഞ്ഞേ, ഇപ്പൊ കാറ് കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ അത് കളക്ട് ചെയ്യുന്നുണ്ട്, കുറെ കാറുണ്ട്, അതിപ്പോ കുട്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു, അത് അധിക കുട്ടികളും കാണാലോ. അത് ഓക്കെയാണ്. പക്ഷെ ഈ അറേഞ്ചിങ് എല്ലാത്തിലും ഭയങ്കര എക്സസീവ് ആയിട്ടുണ്ട്. ആ കാറ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ കുട്ടി ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മളത് ചെക്ക് ചെയ്യണം, കുട്ടിയുടെ മൈൻഡിലൂടെ എന്താ പോണേ. അത് കുട്ടിയോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. പറഞ്ഞില്ല, എന്റെ അടുത്ത് വന്ന കുട്ടി, നമ്മള് ആ കുട്ടിക്ക് ഇതുപോലെ എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന ബിഹേവിയർ ഒക്കെ ഉണ്ടായിരുന്നു, വൃത്തിക്ക് വെക്കും. അപ്പൊ പാരന്റ്സ് ഒക്കെ കുട്ടി അപ്രീഷിയേറ്റ് ചെയ്തോണ്ടിരുന്നത്. അവളുടെ സ്റ്റഡി ടേബിളില് എല്ലാ കാര്യങ്ങളും ലൈനായിട്ട് കളർ കോർഡിനേറ്റഡ് ആയിട്ട് വൃത്തിയായിട്ട് വെക്കും. നമ്മൾ കുറെ ചോദിച്ചപ്പോഴാ, അപ്പൊ അവളുടെ ബ്രദർ വന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അവള് പോയി അടിക്കും, ബ്രദറിനെ അടിക്കും, പ്രശ്നമാക്കും, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ കുറെ ചോദിച്ചപ്പോ പറഞ്ഞ, എനിക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തോന്നും, അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരും. അപ്പൊ അത് കുട്ടി പറഞ്ഞതാ. ആ കുട്ടിക്ക് 8 വയസ്സ്, ആ കുട്ടി 8-9 വയസ്സുണ്ട്, ആ കുട്ടി പറഞ്ഞതാ അങ്ങനെ തോട്ട് വരുന്ന. അപ്പൊ നമുക്ക് വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് OCD ആൻഡ് നോട്ട് ജസ്റ്റ് ഇങ്ങനെ നീറ്റായിട്ട് വെക്കുക എന്നുള്ളതല്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലോ? കാരണം അത് കുട്ടി ഭംഗിക്ക് വേണ്ടി വെക്കണമെങ്കിൽ കുഴപ്പമില്ല. ഹലോ, അത് കുട്ടി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കുട്ടിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ അത് നോക്കാം, അത് അതിൽ മാത്രമല്ല എല്ലാത്തിലും ആ കുട്ടിക്ക് ആ ബിഹേവിയർ ഉണ്ടോ. അത് ഞാൻ പറഞ്ഞ, ഈ കുട്ടി ഇതുപോലെ ചെരുപ്പൊക്കെ എല്ലാരും ഊരി വെച്ചിട്ട് പോലെ ആ ചെരുപ്പും അതുപോലെ ലൈനാക്കി വെക്കും. അങ്ങനെ അതിപ്പോ എപ്പോഴേലും അങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടിക്ക് അതങ്ങനെ ലൈനാക്കി വെക്കാതെ അങ്ങ് വീട്ടിലോട്ട് അങ്ങനെയുള്ളവർ കാണും, സ്ഥിരമായിട്ട് അത് വെക്കും. ഇവൺ അത് തെറ്റിപ്പോയാല് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പം ഇറ്റ് ക്യാൻ ബി എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഒബ്സഷൻ ആവാം. കുട്ടീനോട് കുറച്ചുകൂടെ സംസാരിച്ചു നോക്കാം. ബിക്കോസ് ദേഷ്യപ്പെട്ട് താഹിര കേക്കുണ്ടോ? ഹലോ എന്റെ സൗണ്ട് ആണോ ബ്രേക്ക്? കേക്കണ്ട്. താഹിര കേക്കുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. അപ്പൊ അത് ഒരു കാരണം അല്ലാതെയാണ് അത് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്തോ കാരണം ഉണ്ട്, അതുകൊണ്ടല്ലേ ദേഷ്യം വരണേ. ഒരു കാരണം ഇല്ലാതെയാണ് വെറുതെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ കുട്ടിക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ കുട്ടീനോട് കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ സംസാരിച്ച് ചോദിച്ചാൽ മനസ്സിലാവും കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അവരെ പാരന്റ്സ് പറയാ അത് ഭയങ്കര നീറ്റ് ആവണം. അത് ചോദിച്ചാൽ മനസ്സിലാവും. എന്തേലും ഒരു കുട്ടിക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യണ പോലെ എന്തെങ്കിലും തോട്ട് ഉണ്ടാവണം. അവരെ പാരന്റ്സ് അത് നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്.
അതായത് കുറെ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ചില കുട്ടികളുടെ ബിഹേവിയറിൽ തന്നെ അങ്ങനെ ഉണ്ടാവലുണ്ട്, നീറ്റായിട്ട് വെക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അവർക്ക് അത് കാരണം ഒരു ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ OCD ഉള്ള കുട്ടികൾ പറയും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതില്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യണതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ഉണ്ടാവും. എന്തോ ഒരു തോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യണം. ഓക്കെ. Excessive games or superstitious behavior. Stepping over a certain spot on floor. ചില സ്റ്റെപ്പ് കയറുമ്പോ ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും വന്ന് അതിൽ ചവിട്ടിയിട്ട് പോവുക. പിന്നെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഡോറിൽ 2 വട്ടം ഇങ്ങനെ മുട്ടിയിട്ട് പോവുക, അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. പിന്നെ മിസ്സലേനിയസ് കമ്പൽഷൻസ്, excessive list making, need to touch a tap or rub, need to do things, touch, arrange, അങ്ങനെയുള്ള. ഈ ട്രൈക്കോട്ടിലോമാനിസ് എന്ന് പറയുന്നത് ഹെയർ പുള്ളിങ്, അത് അവര് ഓരോ മുടി ഇങ്ങനെ പൊട്ടിച്ച് ഇതാക്കാറുണ്ട്. പിന്നെ സെൽഫ് ഡാമേജിങ് ഓർ സെൽഫ് മ്യൂട്ടിലേറ്റിംഗ് ബിഹേവിയർ, കൈ മുറിക്കുക, സ്വന്തം സ്കിന്ന് പിക്ക് ചെയ്ത് എന്തെങ്കിലും ഇതാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇതില് 4 സിവിയർ ആയിട്ടുള്ള കമ്പൽഷൻസ് ഇതാക്കുക. പിന്നെ നമ്മൾ ആദ്യം കണ്ടില്ലേ അതേ ക്വസ്റ്റ്യൻസ്, സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ബട്ട് കമ്പൽഷനിൽ ഹൗ മച്ച് ടൈം ഈ കമ്പൽഷനിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്, ഈ കമ്പൽഷൻ ഇല്ലാതെ ഉള്ള സമയം എത്ര ഉണ്ടാവാറുണ്ട്, പിന്നെ ഈ കമ്പൽഷൻസ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ എത്രത്തോളം ഇന്റർഫിയർ ചെയ്യാറുണ്ട്. താഹിര ചോദിച്ചോളൂ. ഇല്ല ഞാൻ ചോദിച്ചില്ല. ഓക്കെ. പിന്നെ ഇത് അസോസിയേറ്റ് ചെയ്ത ഡിസ്ട്രെസ്സും റെസിസ്റ്റ് ചെയ്യാൻ, ഈ കമ്പൽഷൻ ചെയ്യാതിരിക്കാനുള്ള റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, ആ റെസിസ്റ്റൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതന്നെയാണ് ഇവിടെ ഷോർട്ട് ഫോം ആയിട്ട് തന്നിരിക്കുന്നത്. ടൈം ഓക്യുപ്പൈഡ് ബൈ ഒബ്സസീവ് തോട്ട് 0, 1, 2, 3, 4 അങ്ങനെ 0, 1, 2, 3, 4 1 ഒബ്സഷൻസിന്റെ ടോട്ടൽ എത്രയാന്ന് എഴുതാം. 1 to 5 ഉള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. ഇപ്പൊ ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, 2, 4, 3. അപ്പൊ എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പൊ ഇത് 14. അതേപോലെ ഇവിടെയും ചെയ്യാം. ലെറ്റ്സ് അസ്യൂം ഇവിടെ നമുക്ക് വന്ന സ്കോർ 12 ആണ്. ഓക്കെ. ടോട്ടൽ CY ഇവിടെ കാണുന്നുണ്ടോ? ടോട്ടൽ CY ബോക്സ് സ്കോർ, റേഞ്ച് ഓഫ് സിവിയറിറ്റി ഫോർ പേഷ്യൻസ് ഓഫ് ബോത്ത് ഒബ്സഷൻസ് ആൻഡ് കമ്പൽഷൻ. 0 to 7 ആണെങ്കിൽ സബ് ക്ലിനിക്കൽ റേഞ്ച് ആണ്. ഇത് തനിയെ നോക്കണം കേട്ടോ. ഈ 12 14 ആഡ് ചെയ്തിട്ടല്ല. 0 to 7 ആണെങ്കിൽ സബ് ക്ലിനിക്കൽ റേഞ്ച് അല്ല, സോറി, ആഡ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്, തനിയല്ല. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒബ്സഷനും കമ്പൽഷനും രണ്ടും ഉള്ള ആൾക്കാർക്ക്, ചില OCDയിൽ പ്രിഡോമിനന്റ്ലി ഒബ്സഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കമ്പൽസീവ് ബിഹേവിയർ ഒന്നും ഉണ്ടാവില്ല. അവര് അത് കാരണം കുറെ ക്ലീൻ ചെയ്യും, അപ്പൊ നമുക്ക് കാണുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ തോട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട്, ഒബ്സഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒബ്സഷൻ മാത്രമായിട്ട് നോക്കാം. അല്ല, രണ്ടും ഉള്ള കേസ് ആണെങ്കിൽ രണ്ട് സ്കോറും ആഡ് ചെയ്തിട്ട് ഇതിൽ നോക്കാം. 0 to 7 ആ കിട്ടണമെങ്കിൽ സബ് ക്ലിനിക്കൽ ആണ്, ക്ലിനിക്കൽ റേഞ്ചിലോട്ട് ഇല്ല. 8 to 15 ആണെങ്കിൽ മൈൽഡ് OCD, ഇതാണെങ്കിൽ മോഡറേറ്റ് OCD, സിവിയർ, എക്സ്ട്രീം. അപ്പൊ നമ്മൾ 12 plus 14 എടുത്താൽ 26 എന്ന് പറയുന്നത് സിവിയർ OCDന്റെ കാറ്റഗറിയിൽ പെടും. ഓക്കെ. അതാണ് ചൈൽഡ് വൈ ബോക്സിലുള്ള. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഞാൻ ഈ എഴുതിയ സ്ക്രീനൊക്കെ വിസിബിൾ ആയിരുന്നു? ഓക്കെ. ഇതില് ലാസ്റ്റ് പറഞ്ഞില്ലേ ശരീര ഫിസിക്കലായിട്ട് ചെയ്യുന്നത്, അത് ഒരാൾക്ക് കണ്ടൊരു ഹാബിറ്റാണ് ഈ കെട്ട് പൊട്ടിക്കാന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയാ അതിന്? നമ്മളുടെ ഈ ഫിംഗർ അത് അവരത് കഴിഞ്ഞാല് വേറെ ആൾക്കാരതും കൂടി ചെയ്താല് അടുത്തുള്ള ആൾക്കാരൊക്കെ അവർക്ക് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവര് നിർബന്ധിച്ചിട്ട് അത് ചെയ്യുന്ന ഒരു ടെൻഡൻസി.
ഓക്കെ, അതിന്റെ മോട്ടീവ് എന്താന്ന് നോക്കാം. അതായത് ചില ആൾക്കാർ ഇത് ഞാനും വല്ലാണ്ട് ചെയ്യാറുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ആരുടെയും കയ്യിൽ ചെയ്യാറില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എന്റെ എന്താ മാമനൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കും. ചില ആൾക്കാർ ജസ്റ്റ് അത് പൊട്ടിക്കുമ്പോ അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിട്ട് അങ്ങനെ പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ എനിക്ക് പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ല, പൊട്ടിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അത് പൊട്ടിച്ചില്ലേല് എന്ത് സംഭവിക്കുന്നാണ് തോന്നണേ, വാട്ട് വിൽ ഹാപ്പൻ. അത് പൊട്ടിച്ചില്ലേൽ എന്താ സംഭവിക്കാൻ പോണേ. അപ്പൊ അവർക്ക് എനിക്ക് എന്തോ അത് പൊട്ടിച്ചില്ലേൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കും, അങ്ങനെ അങ്ങനെ അവരുടെ തോട്ട് എന്താന്നുള്ളത് ചോദിച്ചെടുക്കുക. അപ്പൊ അവർക്ക് അത് റിലേറ്റഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ക്യാൻ ബി സംതിങ് റിലേറ്റഡ് ടു OCD. അങ്ങനെ ചെയ്തില്ലേല് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവരുടെ കയ്യിൽ നക്കിൾസ് പൊട്ടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതങ്ങനെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് അവരവരുടെ ഒരു ഇഷ്ടത്തിന് ചെയ്തു അങ്ങനെ. പക്ഷെ ഇത് ചെയ്യാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ദർ ക്യാൻ ബി സംതിങ്, എന്താ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഒബ്സഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോളൂ. ഇപ്പം ഈ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പൊ ഈ പറഞ്ഞ ഒബ്സഷൻസിന് എല്ലാത്തിനും, സോറി, ഈ നമ്മൾ ആ കമ്പൽസീവ് ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ അത് ഒബ്സഷൻ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ആ ഒരു തോട്ട്സ് വരണം എന്ന് നിർബന്ധമുണ്ടോ? കാരണം പറഞ്ഞോളൂ. ഇപ്പം ഈ എന്താ പറയാ, ചെക്കിങ്, പിന്നെ ഓർഡറിൽ വെക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ചെക്കിങ്ങിന് ഇപ്പൊ അങ്ങനെ ഒരു തോട്ട്സ്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണ്. ഇപ്പം ഈ ഇങ്ങനെ അഗൈൻ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു തോട്ട് വരും, അയ്യോ ഇത്ര പ്രാവശ്യം അത് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംതിങ് വിൽ ഹാപ്പൻ എന്ന് ഒരു തോട്ട് വരും. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ടേബിളിനകത്ത് ബുക്സ് വെച്ചിരിക്കുന്നതും ഈ പറഞ്ഞ പോലെയാണ്. എനിക്ക് അത് ആ രീതിയിൽ തന്നെ വേണം. ദ ബിഗ് വൺസ് കംസ് ഫസ്റ്റ്, ദെൻ ലൈക്ക് എ ഹൈറ്റ് ഓർഡർ, സം ഓർഡർ ഐ വിൽ ഫൈൻഡ് ഔട്ട്, അതനുസരിച്ചിട്ട് ഞാൻ വെക്കും. അപ്പൊ അത് അങ്ങനെ മാറിയിരുന്നു കഴിഞ്ഞാല് ഒന്നും സംഭവിക്കും എന്നൊന്നും തോന്നത്തില്ല. ബട്ട് അത് എന്റെ മൈൻഡിൽ ആ പിക്ചർ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് അങ്ങനെയാ വരിക. എസ്പെഷ്യലി ഈ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു തോട്ട് ചൈൽഡ്ഹുഡിലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഗ്രാജുവലി അതങ്ങ് മാറി. അതും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു 2-3 തിങ്സിനാണ് ഒരു ബിറ്റ്വീൻ മോഡറേറ്റ് ആൻഡ് എന്താ പറയാ സ്ട്രോങ് ലെവലിന് ഇടയിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ കുറച്ച് ഞാൻ വലുതാവുന്നതിനനുസരിച്ച് അതങ്ങ് മാറി. പക്ഷെ ഇപ്പോഴും എന്താ പറയാ, ഒരു സാധനം അതിപ്പോ ഞാൻ എന്റെ വീട്ടിലെന്നല്ല വേറെ എവിടെ പോയാലും ഡിസോർഡർ ആയിട്ടാണ് ഒരെണ്ണം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കുന്നൊന്നല്ല. ബട്ട് എനിക്കത് എനിക്ക് തന്നെയെങ്കിലും അവര് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയെങ്കിലും പോയി അത് മാറ്റി വെക്കുന്നത് വരെ ആ ഇമേജ് ഇങ്ങനെ മൈൻഡിൽ ലൈക്ക് ഹോണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഒരു ഒബ്സഷൻ. ഇമേജസ് ഡിസ്റ്റർബ് ചെയ്യണ ഒരു ഒബ്സഷൻ ഇല്ലേ നമ്മുടെ മൈൻഡില്, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് വരും. അപ്പൊ നമ്മള്, അതായത് അഞ്ജനേനെ ഇപ്പൊ ആ ഇമേജ് ഡിസ്റ്റർബ് ചെയ്ത കാരണമല്ലേ നമ്മളത് ചെയ്തേ. അങ്ങനെ ഇമേജ് നമ്മളത് ചെയ്യാൻ നിൽക്കില്ലല്ലോ. നമ്മള് ഡിസ്റ്റർബ് ചെയ്യണ ഒരു സംഭവത്തിനാണ് ഒബ്സഷൻ എന്ന് പറയണത്. ഇറ്റ് ക്യാൻ ബി ഇമേജസ് ഓൾസോ, ഇറ്റ് ക്യാൻ ബി വേർഡ്സ്, ഇറ്റ് ക്യാൻ ബി ഇമേജസ് ഓൾസോ. ഹോറിഫിക് ആയിട്ടുള്ള ഇമേജസ്, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ വരലുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം അഞ്ജന പറഞ്ഞ ഒരു കേസ് വെച്ചിട്ട് നമ്മൾ ആ കമ്പൽഷൻ ചെയ്യാനായിട്ട് ഡിസ്റ്റർബ് ചെയ്ത ഒരു സാധനം, അതിലോട്ട് നമ്മൾ വലിച്ചുകൊണ്ട് പോയ ഒരു സാധനത്തിനാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയണത്. ഇറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് മ്യൂസിക്, ഇറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് വേർഡ്സ്, ഡയലോഗ്സ്, ഓർ എൻ ഇമേജ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ. അപ്പം അതും പിന്നെ മേ ബി ചില അവർക്ക് OCD ഉണ്ടെന്ന് റിയലൈസ് ചെയ്യാതെ എന്റെ അടുത്ത് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു അമ്മ അത്യാവശ്യം പ്രായമുണ്ട്. അപ്പൊ അവരുടെ മക്കള് നിർബന്ധിച്ചിട്ടാണ് അവര് വന്നത്. പക്ഷെ അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല. ബിക്കോസ് അവർക്ക് OCD ഉണ്ട് എന്നുള്ള കാര്യം അവർ കംപ്ലീറ്റ്ലി ഡിനൈങ് ആണ്. അവർക്ക് പ്രശ്നമില്ല എന്ന് തന്നെയാണ്. അപ്പൊ അവർക്ക് 4 മക്കളാ. അവരുടെ വീട്ടിൽ 4 മക്കളും ഈ ഉമ്മയും ഉപ്പയും ഉണ്ട്. ഇവരെല്ലാവരുടെ തുണിയും കൈ കൊണ്ട് അലക്കിയില്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല. ഇത്രയും തുണികൾ, അത്യാവശ്യം ഏജ് ആവുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മള് എത്ര അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയാലും അവർക്കത് ഇല്ല, എനിക്കത് വൃത്തിക്ക് ചെയ്യണം. അപ്പം അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും, എന്തെങ്കിലും അസുഖം വരുമോ, അല്ല അങ്ങനെ എന്തെങ്കിലും ആണോ, ഇല്ല വൃത്തി ഉണ്ടാവില്ല. അവര്
അസുഖം വരും അങ്ങനെയൊന്നും അവർ തോട്ട് പറയണില്ല. പക്ഷെ ആ. മെയിൻ അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തോട്ട് ഉണ്ടാവും. പക്ഷെ അവരൊട്ടും നമ്മുടെ അടുത്ത് പറയാനും താല്പര്യപ്പെടുന്നില്ല. ഉം, ബിക്കോസ് ഉം, അവർക്കൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത് തെറപ്പിക്ക് വരാൻ. മക്കള് ഫോഴ്സ് ചെയ്തിട്ട് വന്നതാ. ഉം, അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളുടെ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട് വീട്ടില്, മക്കളുടെ ഉം, തുണിയൊക്കെ അതിലിട്ടോളൂ, നിങ്ങളുടെ തുണി നിങ്ങൾ കൈകൊണ്ട് അലക്കിക്കോളൂ. അപ്പൊ അവർക്കത് പറ്റില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എല്ലാ ഉം, ഉം. തുണിയും ഞാൻ കൈകൊണ്ട് അലക്കണം എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ആ, അത് വൃത്തിയാവണം, അവർക്ക് തന്നെ അറിയില്ല ആ തോട്ട് എന്താന്നുള്ളത്, അല്ലെ ഉം, എന്തോ തോട്ട് ഉണ്ട് പക്ഷെ നമ്മളോട് പറയാത്തതും ആയിരിക്കും. അപ്പൊ ചില കേസസിൽ മേ ബി കാലങ്ങളായിട്ട് അത് ചെയ്ത് ചെയ്ത് വന്ന ആ തോട്ട് ഇപ്പൊ പോയിട്ടുണ്ടാവും, എന്നാൽ ആ ബിഹേവിയർ അവരിപ്പോ ഇതായിട്ടുണ്ടാവും. ഉണ്ട്. അതിനിപ്പോ അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെയും ഉണ്ടാവാം. ഉം, ഉം, ഉം. അപ്പൊ മാം ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഇൻസൈറ്റ് ഇല്ലെങ്കിൽ അവർക്കൊരു തെറാപ്പി കൊടുക്കാനും പാടായിരിക്കില്ലേ? ലൈക് തെറാപ്പി അവരത് മനസ്സിലാക്കണേ ഇല്ലല്ലോ അല്ലേ? ഇൻസൈറ്റ് ഇല്ലെങ്കിൽ നല്ല പാടാ. പിന്നെ നമ്മളെ അത് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ലൈക് അതെ അതൊരു ഇഷ്യൂ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാണ്ടാവുമ്പോ. ഓക്കെ അതെ. അപ്പം യൂഷ്വലി അത് പറഞ്ഞു, നമ്മൾ തെറപ്പിക്ക് വരുമ്പോ കുറെ പാരന്റ്സ് അവർക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുമ്പോ ഞാൻ ചില തെറപ്പിസ്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടാവും അതിന്. പക്ഷെ ഞാൻ യൂഷ്വലി ക്ലയന്റിന്റെ ഇതുണ്ടെങ്കിലേ, അതായത് ക്ലയന്റിന് ഇത് എടുക്കാൻ ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പറയും നിങ്ങൾ ഒരു സെഷൻ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയാ, ഇഫ് യു റിയലി ഫീൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു തോന്നിയാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ചൂസ് നോട്ട് ടു കം ബാക്ക്. ഇപ്പൊ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് എന്താ ചില ക്ലയൻസിനൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോ അവരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് അവർക്ക് ഈ OCD ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് വേറെ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാവരും അവരുടെ ഈ ബിഹേവിയറിനെ ആയിരിക്കും കുറ്റം പറയണേ, നീ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണേ, ഇതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിലുള്ള ഒബ്സഷനെ കുറിച്ചും ആ ബുദ്ധിമുട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർക്ക് ദേ വിൽ ഫീൽ വെരി വാലിഡേറ്റഡ്. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. എന്റെ ഒരു ക്ലയന്റിന് ഉണ്ടായിരുന്ന OCD ആണ്. ഒന്നുമില്ല, ഹസ്ബൻഡ് ചീറ്റ് ചെയ്യണമെന്നല്ല, അതായത് ഇപ്പൊ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുക, ഒരു പെണ്ണിങ്ങനെ പാസ്സായി, അപ്പൊ ഇവരുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തോട്ട് എന്റെ ഹസ്ബൻഡ് ആ പെണ്ണ് മോശമായ രീതിക്ക് നോക്കിയിട്ടുണ്ടാവും എന്നുള്ളത്, ജസ്റ്റ് നോക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇവര് പെട്ടെന്ന് ഹസ്ബൻഡിനെ നോക്കും. ഹസ്ബൻഡ് ചിലപ്പോ നമ്മളെ ഫ്രണ്ടിൽ കൂടെ ആര് പോയാലും നമ്മൾ നോക്കുമല്ലോ. അതിപ്പോ എന്താണ്, അതും പ്രത്യേകിച്ച് അവര് ഇന്ന കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്, നല്ല തടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിപ്പോവും. അതിപ്പോ നമ്മളാണേലും ജെന്റ്സ് ആണെങ്കിലും ചിലപ്പോ ഒരു നോട്ടങ്ങ് നോക്കിപ്പോവും. അപ്പം ആ ഒരു സെക്കൻഡ് ആള് നോക്കിയിട്ടുണ്ടെങ്കിലും നോക്കിയിട്ടില്ലേലും ഇവരിത് ചോദിക്കും, നിങ്ങള് ആ കുട്ടീനെ കണ്ടോ? അപ്പൊ ഹസ്ബൻഡ് പറയും നീ കണ്ടില്ലേ, അതേപോലെ തന്നെ ഞാനും കണ്ടുള്ളൂ, ഇവരിങ്ങനെ നടന്നു പോയപ്പോ കണ്ടു, അത്രേ ഉള്ളൂ. അപ്പം അവർക്ക് ഇതാണ്, നിങ്ങൾ മോശമായ രീതിക്കാണോ കണ്ടെന്നുള്ളത്. അപ്പൊ ഇത് പറയുമ്പോഴേക്കും ഹസ്ബൻഡ് ദേഷ്യപ്പെടും. ആള് കുറെ ആയി കേൾക്കണല്ലോ ഇത്. അപ്പൊ ഒരു തെറ്റും ചെയ്യാതെ ഇതിപ്പോ വെറുതെ റോട്ടിൽ പോണപ്പോ ഇപ്പൊ കണ്ണടച്ചിട്ട് പോവാൻ പറ്റുമോ? എവിടെ പോയാലും നീ അത് നോക്കിയോ? നമ്മുടെ ക്ലിനിക്കിലോട്ട് ഒരിക്കൽ വന്നപ്പോലും റിസപ്ഷനിലുള്ള പെൺകുട്ടീനെ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വടി ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പം ഈ ക്ലയന്റ് നമ്മളോട് പറയുമ്പോ പറയണ്ട്, എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ ചീറ്റ് ചെയ്യില്ല, ഒരിക്കലും ആള് മോശമായിട്ട് ആരെയും നോക്കില്ല, ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഒരു മൊമെന്റില് ഈ തോട്ട് എന്റെ മൈൻഡിൽ വരിക, ആള് മോശമായിട്ട് നോക്കി എന്നുള്ളത്. അപ്പൊ എനിക്കിത് ചോദിക്കാതെ പറ്റണില്ല. അപ്പൊ ഇത് ചോദിക്കണതാണ് അവരുടെ കമ്പൽഷൻ. അപ്പൊ അവർക്ക് മൈൻഡില് ആളങ്ങനെ നോക്കി എന്നുള്ള തോട്ടാ. അപ്പൊ ഇവര് ചോദിച്ചിട്ട് ഇല്ല ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാ, അല്ലെങ്കിൽ ഞാൻ നോക്കി, നീ നോക്കിയ പോലെ തന്നെ ജസ്റ്റ് ഞാൻ അങ്ങനെ പാസ് ആയപ്പോ നോക്കി, അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ അവരെ ഫോളോ ചെയ്ത് നോക്കിയൊന്നുമില്ല എന്നൊരു ആൻസർ കൊടുത്താൽ ഇവര് ഹാപ്പിയാണ്, ഇവര് ഓക്കെയാണ്. ഓക്കെ, ആ ഒരു മൊമെന്റിന് ആ ഒരു സംഭവം മാറും. പക്ഷെ ഇത് വീണ്ടും വരും, പിന്നെയും വരും. അപ്പൊ ഹസ്ബൻഡിനും അത് ഫ്രസ്ട്രേഷൻ ആയി. അപ്പൊ ഹസ്ബൻഡ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ ഇവരുടെ ഈ ഒബ്സഷൻ സ്ട്രോങ്ങർ ആവും. ആളെന്തിനാ ദേഷ്യപ്പെടുന്ന, അപ്പൊ ആള് ശരിക്കും എന്തോ തെറ്റിയുണ്ട്. അപ്പം ക്ലയന്റ് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ഇത് ആദ്യം മുമ്പ് കണ്ട ഒരാൾ ഇത് ഡെലൂഷണൽ ഡിസോർഡർ എന്നാണ് ഡയഗ്നോസ് ചെയ്തത്. പക്ഷെ അത് ശരിക്കും ഡെലൂഷൻ അല്ലായിരുന്നു. ആൾക്ക് നല്ല ഇൻസൈറ്റ് ഉണ്ട്, ഡെലൂഷൻ ഉള്ളവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല. ആൾക്ക് ആള് പറയണ്ട, എനിക്കറിയാം ഹസ്ബൻഡ് അങ്ങനെ ചെയ്യില്ല, പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ തോട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചോദിക്കാതെ പറ്റണില്ല. അപ്പൊ ഹസ്ബൻഡ് അപ്പൊ വർക്കിലൊക്കെ ഇൻസൈറ്റ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം അത് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡും ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഡെലൂഷണലില് പക്ഷെ അവര് സാറ്റിസ്ഫൈഡും ആവില്ല, ഇൻസൈറ്റും കുറവായിരിക്കും അല്ലെ? ഹസ്ബൻഡ് അങ്ങനെ നോക്കണോന്നുള്ള സംശയമൊന്നും ആയിരിക്കില്ല, ഇയാൾ ആ പെണ്ണിനെ അങ്ങനെ നോക്കി എന്നുള്ള ഒരു ഉറപ്പായിരിക്കും.
ഓക്കെ, ഇറ്റ് ഇസ് എ ഫിക്സ്ഡ് ഫാൾസ് ബിലീഫ് ആൻഡ് ഇറ്റ് ഇസ് അൺഷേക്കബിൾ. അതിപ്പോ നമ്മൾ എന്തെന്നെ പറഞ്ഞാലും, ഇനിയിപ്പോ നമ്മൾ അയാളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചാലും ഇല്ല, ഇയാള് നോക്കുന്നുണ്ട്, കണ്ണില്ലാതെയും നോക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ആയിരിക്കും പറയണം. അപ്പോ ഡെലൂഷൻ ഇസ് ഡിഫറെന്റ്. അപ്പം ഇവർക്ക് ഇത് ഒബ്സഷൻ ആയിരുന്നു. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മൊമെന്റ് അവർ ഓക്കെയാണ്, പക്ഷെ ഇത് വീണ്ടും വരും. ബിക്കോസ് OCD ആണ്, റിപ്പീറ്റഡ്ലി ഇത് വീണ്ടും വീണ്ടും വരും. അങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഹസ്ബൻഡും ഫ്രസ്ട്രേറ്റ് ആയിട്ട് വൈഫിനെ കുറെ, നീ ഇനി എല്ലാരും അങ്ങനെ നോക്കണം ഉണ്ടാവണോ, നീ ഇങ്ങനെ എന്നെ പറയണെന്നുള്ള ടോക്സ് ഒക്കെ. അപ്പൊ അത് വൈഫിന് ഭയങ്കര ഇതായി. അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ കേസ്. നല്ല പോലെ നമ്മളൊന്ന് ഇമ്പ്രൂവ്മെന്റ് ആക്കി കൊണ്ടുവന്നതാ, നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു ദിവസം ഹസ്ബൻഡ് പിന്നെയും എന്തോ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് അടിച്ചു ആളെ. അത് വീണ്ടും ട്രിഗറായി, വീണ്ടും ഇതായിട്ട്. നമ്മൾ ഹസ്ബൻഡിനെ കുറെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആൾക്കത് മനസ്സിലാവണില്ല. അത് അപ്പൊ മനസ്സിലാവും, പക്ഷെ പിന്നെ ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൾ അപ്പോഴും അവള് വേണം വെച്ചിട്ടാ എന്ന രീതിക്കാണ് അപ്പോഴും പറയണേ. അപ്പൊ നമ്മൾ ആ ക്ലയന്റിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു വാലിഡേഷൻ കൊടുക്കുമ്പോൾ, ഓക്കെ ദിസ് ഈസ് യുവർ ഒബ്സഷൻ ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ, നമുക്ക് മനസ്സിലാവേണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അത്രയും ആശ്വാസമാണ്. അവർക്ക് അതിലേ പകുതി ചേഞ്ചസ് ഉണ്ടാവും ഒരു വാലിഡേഷൻ കിട്ടുമ്പോൾ തന്നെ. അപ്പം അങ്ങനെയുള്ള OCD കേസസ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് സ്ക്രീൻ ഫോർ ചൈൽഡ് ആൻസൈറ്റി റിലേറ്റഡ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ആൻസൈറ്റി സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ. ഇതിന്റെ ഷോർട്ട് ഫോം സ്കെയർഡ് എന്നാണ്. ഓക്കെ, ഇതിൽ ചൈൽഡ് വേർഷനും ഉണ്ട്, പാരന്റ് വേർഷനും ഉണ്ട്. ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് ബിലോ ഇസ് എ ലിസ്റ്റ് ഓഫ് സെന്റൻസസ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ ഫീൽ. നമ്മുടെ ഒരു ഫീലിങ്സ് കുറിച്ചുള്ള ഐറ്റംസ് ആണുള്ള. ഈച്ച് ഫ്രേസ് വായിച്ചിട്ട് ഇത് നമുക്ക് ട്രൂ ആണോ, ഓക്കെ ഇറ്റ് ഇസ് ട്രൂ ഫോർ മീ, അല്ലെങ്കിൽ നോട്ട് ട്രൂ, സംവാട്ട് ട്രൂ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, then for each sentence fill in one circle that corresponds to the response that seems to last. Then for each sentence fill one circle that corresponds to the response that seems to describe you for the last 3 months. ഈ നമ്മൾ പറയുന്ന കാര്യം നമ്മളൊരു ലാസ്റ്റ് 3 months ഫീൽ ചെയ്തിരിക്കണം. പണ്ട് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാര്യം ലാസ്റ്റ് 3 months അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ when I feel frightened it is hard for me to breathe. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് 3 months ഉണ്ടായിരുന്നു, എത്ര തവണ ഉണ്ടായിരുന്നു. അപ്പം സംവാട്ട് ട്രൂ എന്നാണ്. കുറച്ച് തവണ അങ്ങനെ വന്നിട്ടുണ്ടെന്നെങ്കിൽ സംവാട്ട് ട്രൂ ആണ്. എപ്പോഴും എനിക്ക് എല്ലാവട്ടും ഞാൻ പേടിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടാവും. എന്നെ ഫ്രീക്വന്റ്ലി ഓരോ ചെറിയ ചെറിയ കാര്യം കണ്ട് പേടിക്കാറുണ്ടെന്നാണെങ്കിൽ വെരി ഓഫൻ ട്രൂ എന്നായിരിക്കും. I get headaches when I'm at school. I don't like to be with people I don't know well. അതായത് എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ അൺകംഫർട്ടബിൾ ആണ്. ഞാൻ വീട് വിട്ട് തനിയെ ഉറങ്ങുമ്പോ പേടിയാവാറുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ ആവാറുണ്ട്. പേടിച്ച തല കറങ്ങി വീഴുന്നു പോവോ, പാസിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ ഫെയിന്റ് ചെയ്ത് വീഴാന്നുള്ളത്, അങ്ങനെ ആയി പോവോന്നുള്ള പേടി വരാറുണ്ട്. I am nervous. I follow my mother or father wherever I go. People tell me that I look nervous. ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് നീ എന്തിനാ അങ്ങനെ ടെൻഷൻ ആവണേ, അങ്ങനെ പറയുമ്പോൾ ബിക്കോസ് വി ലുക്ക് നെർവസ്, അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയണേ. അപ്പൊ അങ്ങനെ പറയാറുണ്ട് എന്നുള്ളത്. സ്കൂളിൽ സ്റ്റൊമക് കേക്സ് വരാറുണ്ട്. ഐ ഫീൽ നെർവസ് വിത്ത് പീപ്പിൾ ഐ ഡോണ്ട് നോ വെൽ. അറിയാത്ത ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ ഭയങ്കര നെർവസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ when I get frightened, I feel like I'm going crazy. I worry about ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ബാക്കിയുള്ള കുട്ടികളുടെ അത്ര ഞാൻ ഗുഡ് എനഫ് ആവോ എന്ന് ആലോചിച്ച് ഞാൻ കുറെ വറി ചെയ്യാറുണ്ട്. I feel like things are not real. When I get frightened, I feel like things are not real. അത് ചെറുതായിട്ടൊരു ഡിസോസിയേഷൻ്റെ ഇതാ. ഭയങ്കര പേടിയാകുമ്പോൾ ചുറ്റുള്ളതൊന്നും റിയൽ അല്ല എന്നുള്ളൊരു ഫീല് വരുന്നത്. അവർ ഭയങ്കര ഒരു പേടിയായിട്ടുള്ള ഇതിൽ പോകുമ്പോ മറ്റേ ഒരു പാനിക് ഒക്കെ ആവുമ്പോ ചുറ്റിലൊന്നും റിയൽ അല്ല എന്ന് തോന്നും അവർക്ക്. ഇതൊക്കെ അൺറിയൽ ആണെന്നുള്ളൊരു ഫീൽ. അത് നമ്മള് മറ്റേ ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ അങ്ങനത്തെ ഇതിലൊക്കെ കാണാറുണ്ട്. ഐ വറി അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. മൈ ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്റ്. പിന്നെ ഐ ഹാവ് നൈറ്റ്മെയർസ് അബൌട്ട് സംതിങ് ബാഡ് ഹാപ്പനിങ് ടു മൈ പാരന്റ്സ്. എന്റെ പാരന്റ്സിന് എന്തെങ്കിലും മോശം സംഭവിക്കുന്നുള്ള ദുസ്വപ്നങ്ങൾ വരാറുണ്ട്. ഒരുപാട് സ്വെറ്റ് ആവാറുണ്ട്. പിന്നെ ഐ ഗെറ്റ് റിയലി ഫ്രൈഡ്. ഒരു റീസണും ഇല്ലാതെ പേടിയാവാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവാറുണ്ട്.
അറിയാത്ത ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പേടിയാവുമ്പോ ചോക്കിയാണ്, സഫോക്കേറ്റ് ആവണ പോലെ, ശ്വാസം വലിക്കാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. ശ്വാസം വലിക്കാനല്ല, തൊണ്ടേന്ന് ചോക്കാവണ പോലെ. പാനിക് അറ്റാക്ക് വരുമോന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവാറുണ്ട്. അറിയാത്ത ആൾക്കാരോട് ഞാൻ ഭയങ്കര ഷൈ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഐ വറി അബൌട്ട് വാട്ട് ഈസ് ഗോയിങ്, ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോണെന്ന് ആലോചിച്ച് വറി ചെയ്യാറുണ്ട്. വെൻ ഐ ഗെറ്റ് ഫ്രൈറ്റൻഡ് ഐ ഫീൽ ലൈക്ക് ത്രോയിങ്, നോസിയ, വോമിറ്റിംഗ് ഫീൽ ചെയ്യാറുണ്ട് പേടിയുള്ള സിറ്റുവേഷനിൽ. ഞാൻ കാര്യങ്ങൾ നല്ലപോലെ ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ആവാറുണ്ട്. സ്കൂളിൽ പോകാൻ പേടിയാവാറുണ്ട്. ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ ടെൻഷൻ ആവാറുണ്ട്. ഐ വറി അബൌട്ട് തിങ്സ് ദാറ്റ് ഹാവ് ഓൾറെഡി ഹാപ്പൻഡ്. വെൻ ഐ ഗെറ്റ് ഫ്രൈറ്റൻഡ് ഐ ഫീൽ ഡിസി. ഡിസി എന്ന് പറയുമ്പോൾ തല കറങ്ങണ പോലെ ഒരു ലൈറ്റ് ഹെഡഡ്നെസ് ഫീൽ ചെയ്യാം. I feel nervous when I'm with other children or adults and I have to do something while they watch me. അതായത് എന്തെങ്കിലും പെർഫോം ചെയ്യാനോ കളിക്കാനോ വേറെ ആരെങ്കിലും എന്നെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര നെർവസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പാർട്ടീസ്, ഡാൻസസ്, അങ്ങനത്തെ സ്ഥലത്തിലോട്ടൊക്കെ അറിയാത്ത ആൾക്കാരോട് പോവാൻ നെർവസ് ആവാറുണ്ട്. ഐ എം എ ഷൈ പേഴ്സൺ. ഇത് നോട്ട് ട്രൂ എന്ന രീതിക്ക് മാർക്ക് ചെയ്യുക. എന്റെ ടോട്ടൽ സ്കോർ എഴുതാം. For children ages 8 to 11, it is recommended that the clinician explains all the questions or have the child answer the questions sitting with an adult in case they have questions. ഇത് നമ്മൾ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങനെ മാർക്ക് ചെയ്യാതെ കുറെ ബയാസസ് ഉണ്ടാവും. അതിന് പകരം ഒരു ക്ലിനീഷ്യൻ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സ്കോറിംഗ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്റെ പാരന്റ് വേർഷൻ. അതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ, ഇവിടെ വന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ പാരന്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളതാ. മൈ ചൈൽഡ് ഫീൽസ് ഫ്രൈറ്റൻഡ്. ആ സമയത്ത് ഇറ്റ് ഇസ് ഹാർഡ് ഫോർ ഹിം ടു ബ്രീത്ത്. സെയിം ക്വസ്റ്റ്യൻസ് ബട്ട് പാരന്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചോദിക്കണ പോലെ. ഓക്കെ, മൈ ചൈൽഡ് ഇസ് ഷൈ. അതിൽ ഐ എം ഷൈ എന്നായിരുന്നു, ഇതിൽ മൈ ചൈൽഡ് ഇസ് ഷൈ. ഇതില് ആൻസേഴ്സ് ഇവിടെ സ്കോർ ചെയ്യാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്ന ആൻസർ എന്താ, 0 1 2 3 അല്ല 0 1 2. അപ്പൊ അതിവിടെ എഴുതാം. ഉദാഹരണം ആദ്യം വന്ന ആൻസർ 2 ആയിരുന്നു, പിന്നീട് വന്നത് 1 0 2 1 0. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റംസ്, അതായത് 1 6 9 12 ഈ ഐറ്റംസ് ഒക്കെ പാനിക് ഓർ സൊമാറ്റിക് പെയിനെ കുറിച്ച്. ഇപ്പൊ സൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഈ ഹെഡ് ഏക്ക്, വോമിറ്റിംഗ് ഫീൽ ചെയ്യുക, ഇതൊക്കെ സൊമാറ്റിക്കിൽ വരും. ബ്രീത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, ചോക്കിംഗ് ഫീൽ ചെയ്യുക, അതൊക്കെ. ഇപ്പൊ ജനറലൈസ്ഡ് ആൻസൈറ്റി വരുമ്പോൾ പൊതുവെ എല്ലാത്തിനോടും ഒരു ഫ്യൂച്ചറിനെ ആലോചിച്ച്, അങ്ങനെ പൊതുവെ എല്ലാത്തിനും ആലോചിച്ച് ഒരു ആൻസൈറ്റി ഉണ്ടാവും. പിന്നെ സെപ്പറേഷൻ ആൻസൈറ്റി, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, ഒറ്റയ്ക്ക് കിടക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോഷ്യൽ ആൻസൈറ്റി, അറിയാത്ത ആൾക്കാരോട്, പുതിയ ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനുള്ള. പിന്നെ സ്കൂൾ അവോയ്ഡൻസ്, സ്കൂളിൽ പോകാനുള്ള പേടി, സ്കൂളിൽ പോകുമ്പോൾ വോമിറ്റിംഗ് ഫീൽ ചെയ്യുക, വയറുവേദന ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ 5 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പൊ ഇത് മൊത്തം സ്കോർ ചെയ്തിട്ട് ഈ 5 കാറ്റഗറിയിൽ എത്ര ടോട്ടൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതാം. അപ്പൊ ഇതിന്റെയൊക്കെ കട്ട് ഓഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിലിപ്പോ 2 0 1 1 2 0 0 1 0, ബാക്കിയെല്ലാം 0 ആക്കാം. അപ്പൊ 1 2 3 4 5 6 7, കറക്റ്റ് 7 ആണ് കട്ട് ഓഫ്. അതായത് 7 അല്ലെങ്കിൽ 7ൽ കൂടുതലാണെങ്കിൽ അവർക്ക് ഈ സൊമാറ്റിക്, പാനിക്കും സൊമാറ്റിക്കും ആൻസൈറ്റി, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി ഉണ്ട് എന്നുള്ളത്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഇതിൽ 9 അബവ് കിട്ടിയ അതുണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് സെപ്പറേഷൻ്റെ ഇതിൽ 5 അബവ് ആണ് കിട്ടണമെങ്കിൽ അത് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ടോട്ടൽ സ്കോർ നമുക്ക് എത്ര കിട്ടാൻ പോസിബിൾ? 41 ഐറ്റംസ് ആണ് ഉള്ളത്. എല്ലാ ഐറ്റംസിലും 2 കിട്ടിയാൽ തന്നെ സ്കോർ എന്തായിരിക്കും? 82 ആയിരിക്കും നമ്മുടെ സ്കോർ. അപ്പൊ അതില് 25 അബവ് തന്നെ ആണെങ്കിൽ തന്നെ ആൻസൈറ്റി ഉണ്ടാവാൻ, അതായത് സ്ക്രീനിങ് ഫോർ ആൻസൈറ്റിയിൽ ആൾക്ക് ആൻസൈറ്റി ഉണ്ട് എന്നുള്ളതാണ് വരിക. ഓക്കെ, ടോട്ടൽ സ്കോർ. അപ്പൊ ടോട്ടൽ സ്കോർ ഓഫ്
24 equal to or greater than 24 may indicate the presence of an anxiety disorder. Scores higher than 30 are more specific. 30ന്റെ മുകളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക്കലി ഏതൊരു ആൻസൈറ്റിയിൽ അത് പെടും. സ്കോർ ഓഫ് 7 ഫോർ ഐറ്റംസ് പിന്നെ ബാക്കി നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ 7, 9, 5, 8, 3 ആ കട്ട് ഓഫ് സ്കോർസ്. ഇന്ന ഏരിയയിൽ ഇത്ര കട്ട് ഓഫ് സ്കോർ കിട്ടിയ ജനറലൈസ് ആൻസൈറ്റി ഡിസോർഡർ ദിസ് മേ ഇൻഡിക്കേറ്റ് പാനിക് ഡിസോർഡർ ഓർ സൊമാറ്റിക് സിംറ്റംസ്. ദിസ് മേ ഇൻഡിക്കേറ്റ്. ഇത് ഡയഗ്നോസ്റ്റിക് ടൂൾ അല്ല, സ്ക്രീനിങ് ടൂൾ ആണ്. അതുകൊണ്ട് ഇതിൽ മേ ഇൻഡിക്കേറ്റ് എന്ന് പറയണം. നമുക്ക് ഉറപ്പിച്ചിട്ട് ഇതിലൊരു സ്കോർ കിട്ടിയെന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. 9 ആണ് കട്ട് ഓഫ്, ആൾക്കൊരു 13 കിട്ടിയെന്ന് വയ്ക്കുക. ഇറ്റ് മേ ഇൻഡിക്കേറ്റ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ. അപ്പൊ ഫർദർ നമ്മൾ കുട്ടീനെ ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് വിട്ടിട്ട് ഫർദർ ആൻസൈറ്റിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ആൻസൈറ്റി നമ്മൾ ഇത് ചെയ്യാൻ മറ്റേ ബെക്സ് ആൻസൈറ്റി ഉണ്ട്, പിന്നെ ഹാമിൽട്ടൺസ് ആൻസൈറ്റി ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കുക. ബാക്കി കുട്ടീനെ നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കുക. എന്തോ ആയിരിക്കാം. ബിക്കോസ് ഇപ്പോ ചിലപ്പം PTSD ആയിരിക്കാം, നമുക്കറിയില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നത് ഒരു ട്രോമാറ്റിക് സിറ്റുവേഷന് ശേഷമായിരിക്കാം. എന്തെങ്കിലും അബ്യൂസ് ഉണ്ടായിരിക്കാം, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ വന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇതില് സ്കോർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ആൻസൈറ്റി ഇഷ്യൂ. പിന്നെ ഫർദർ ടോട്ടലി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ കറക്റ്റ് ഡയഗ്നോസിസിലോട്ട് വരും. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ് റിലേറ്റഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടോ? മാമിന് ഈ സ്കൂൾ അവോയ്ഡൻസ് കേസുകൾ വന്നിട്ടുണ്ടോ? ആ, സ്കൂൾ അവോയ്ഡൻസ് കേസ് കണ്ടിട്ടുണ്ടോന്നോ? മാമിന് വന്നിട്ടുണ്ടോ ചോദിക്കാം. ക്ലയൻസ് അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കാണ്. സ്കൂൾ അവോയ്ഡൻസ് കുറെ രീതിയിൽ വരാറുണ്ട്. അതായത് ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ട് വന്നതുണ്ട്. ബുള്ളിങ് ഒക്കെ ഫേസ് ചെയ്തിട്ട് അത് കാരണം, പക്ഷെ കുട്ടി വീട്ടിലൊന്നും പറഞ്ഞില്ല. കുറച്ച് അത്യാവശ്യം നല്ല ഒരു ആൻഷ്യസ് പേഴ്സണാലിറ്റി ഉള്ള കുട്ടി, അങ്ങനെ അതൊന്നും ഓപ്പൺ ആയിട്ട് ധൈര്യമായിട്ട് പറഞ്ഞില്ല. പക്ഷെ സ്കൂളിൽ പോവാറാവുമ്പോൾ നല്ല ഛർദ്ദിക്കാൻ വരും. സ്കൂൾ ബസ് ചിലപ്പോ എല്ലാം റെഡിയായി നിൽക്കും, കറക്റ്റ് ബസ് വരുമ്പോ ഛർദ്ദിക്കാൻ വരില്ല. കുട്ടി ശരിക്കും ഛർദ്ദിക്കുകയും ചെയ്യും. അതാണ് കണ്ടിന്യൂസ് ഛർദി. കണ്ടിന്യൂസ് അത് പക്ഷെ അത് പിന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ലൈക്ക് അത് കണ്ടിന്യൂസ് ഒരു ഡോക്ടറെ അടുത്ത് പോയി ആന്റി ആങ്സൈറ്റി എന്തെങ്കിലും മെഡിക്കേഷൻ ഒക്കെ എടുത്താൽ മാത്രം അത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആന്റി ഡിപ്രസന്റ് ആയിട്ടുള്ളതൊക്കെ ചെറുതായിട്ടുള്ളതൊക്കെ കൊടുത്താൽ മാത്രമേ അത് സ്റ്റോപ്പ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ വന്നൊരു കുട്ടി, പക്ഷെ ആ കുട്ടി ചിലപ്പോ റാപ്പോർട്ട് ഞാനായിട്ട് അത്ര ബിൽഡ് ആവാത്ത കൊണ്ടോ ആയിരിക്കാം, ഒന്നും ആൻസൈറ്റി ഉള്ളതായിട്ടൊന്നും ആ കുട്ടി റിപ്പോർട്ട് ചെയ്യണില്ല. പക്ഷെ ഒരു കല്യാണത്തിന് ചില ഫുഡ്, അതായത് കല്യാണ പരിപാടിക്ക് പോയിട്ട് ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കും. പക്ഷെ അതേ ഫുഡ് ഹോട്ടലിൽ കഴിച്ചാൽ ഛർദ്ദിക്കില്ല. കല്യാണ പരിപാടികളിൽ പോയിട്ട് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. അപ്പൊ ഞാൻ കണ്ടൊരു ഇത്, ആ കുട്ടിക്ക് അത്രയും ആൾക്കാര് അതിനോടൊക്കെ ഒരു ഇത് ഉണ്ട്. പക്ഷെ കുട്ടീനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ചെറിയ കുട്ടിയാ, അപ്പൊ കുട്ടീനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ കുട്ടിക്ക് അതൊന്നും പറയാനും ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമുക്ക് കിട്ടാറില്ല ചില കുട്ടികളുടെ അടുത്ത്. അതായത് ജനറലി അവർക്ക് ചെറുതായിട്ട് എന്നാലും അതിന് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട്, ഇനിയിപ്പോ അത് പറഞ്ഞ മാതിരി നമ്മളായിട്ടുള്ള റാപ്പോ അത്രയും ഇതാവാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോ ഇങ്ങനത്തെ ഇത് വരുമ്പോ ഒരു നിവർത്തിയില്ല. നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരെ അഷുറൻസ് കൊടുത്താലും ഈ ഒരു വൊമിറ്റിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഒരു നിവർത്തിയില്ല. അതെ, ഈ കുട്ടി അങ്ങനെ തന്നെയാ, നല്ല വൊമിറ്റിംഗ് ആ ഇത്. അപ്പൊ അവര് കുറെ നമ്മൾ ആദ്യം പറഞ്ഞു അത് അത്രയും വൊമിറ്റിംഗ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല, കുട്ടിയുടെ വയറിലും ഡൈജസ്റ്റ് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല, എല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കേസ് എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുട്ടിക്ക് ശരിക്കും എന്തെങ്കിലും ഡൈജഷനൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ വെറുതെ ആൻസൈറ്റി ആന്ന് പറഞ്ഞിട്ട് ഓരോ തെറപ്പിയും കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ ആദ്യം അത് റൂൾ ഔട്ട് ചെയ്യുക. അത് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം കുട്ടീനോട് നല്ല റാപ്പോർട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കുട്ടിക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനത്തെ കേസ് കണ്ടിട്ട് പിന്നെ സ്കൂൾ അവോയ്ഡൻസ് കണ്ടക്ട് ഇഷ്യൂസിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികള് സ്കൂളിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അതായത് സ്കൂളിലേക്ക് പോകണമെന്ന് അമ്മ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോവില്ല. ആ കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കുട്ടി അത്യാവശ്യം പഠിക്കും, അത്യാവശ്യം മിടുക്കനാണ്, അതായത്
ക്ലാസ്സിക്കൊന്നും പോയില്ലെങ്കിൽ ഫുള്ള് കുരുത്തക്കേട് കാണിച്ച് നടന്നാലും എക്സാമിന്റെ ഒരു ദിവസം മുമ്പാണേലും പഠിച്ചിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കും. പിന്നെ കുറച്ച് കോപ്പിയൊക്കെ അടിക്കും. കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടിയല്ലേ, അങ്ങനെയുള്ളൊക്കെ ഒപ്പിച്ച് അവൻ പാസ് നല്ല മാർക്കൊക്കെ മേടിക്കും. അപ്പൊ ടീച്ചേഴ്സ് വരെ കൺസേൺ ആയിട്ട് കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കും, അപ്പൊ നീ സ്കൂളിലോട്ട് വാ, നമുക്ക് ഈ എക്സാം 10ാം ക്ലാസ് നമുക്ക് ഇതാവണം, നീ സ്കൂളിലോട്ട് വാ എന്ന് പറഞ്ഞ അത്രയും ടീച്ചേഴ്സ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വിളിക്കും. പക്ഷെ ഈ ചെക്കൻ പോവില്ല. ഇവൻ പാരന്റ്സ് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ബസ്സൊക്കെ കയറ്റി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറ്റി വിടും. എന്നിട്ട് അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടുകാർ കാണാതെ, അവൻ അത്യാവശ്യം വലിയ വീടാ തോന്നുന്നു അവര് പറഞ്ഞത് വെച്ചിട്ട്, അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്നുള്ളത് വീട്ടുകാർ പോലും അറിയില്ല. ഉച്ചയൊക്കെ ആവുമ്പോഴായിരിക്കും റൂമിൽ നിന്ന് വരുന്നത്. അപ്പൊ അവര് സ്കൂളിൽ പോയില്ല. ഇവരെ എങ്ങനെ കൊണ്ടുപോയി കയറ്റി വിട്ടാലും തിരിച്ചിങ്ങോട്ടേക്ക് എത്തും. അങ്ങനത്തെ സ്കൂൾ അവോയ്ഡൻസും കണ്ടിട്ടുണ്ട്. ആൻസൈറ്റി കാരണം ബുള്ളിങ് ഫേസ് ചെയ്തിട്ട് അങ്ങനത്തെ സ്കൂൾ അവോയ്ഡൻസും കണ്ടിട്ടുണ്ട്. ഈ ഒരു കേസ് പറഞ്ഞപ്പോ ആങ്സൈറ്റി അതുപോലെ ഛർദിന്റെ പരമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് വേദനിക്കുക, അങ്ങനെയുള്ള ഒരു കേസ് അപ്പൊ കുട്ടിയുടെ അന്വേഷിച്ച് നോക്കുമ്പോ ആള് ബോഡി ഷേമിങ് ആയിരുന്ന സംഭവം. ഇവര് അതുപോലെ ആദ്യം പീഡിയാട്രിഷനെ കാണിച്ചപ്പോ അവര് എല്ലാം ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുട്ടി എത്രയോ ദിവസമായിട്ട് തന്നെ ഫുഡൊന്നും കഴിക്കുന്നില്ല, പിന്നെ പേടിച്ചിട്ട് കരയുക, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്ന് കരയാൻ, കരച്ച് നടക്കാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടീനെ നോർമലി കുട്ടി കുറച്ച് കളറൊക്കെ കുറവുള്ള കുട്ടിയാണ്. ഉമ്മയാണെങ്കിൽ നല്ല കളറാണ്. അപ്പൊ ഉമ്മന്റെ കുട്ടിയല്ല നീ എന്നുള്ള ആരോ പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നാണ് ആൾക്ക് ഇത് വന്നത്. അങ്ങനത്തെ ഉള്ള കുട്ടികളിലൊക്കെ നമ്മൾ ആൻസൈറ്റി CBT മോഡൽ, കോഗ്നിറ്റീവ് CBT മോഡൽ തന്നെ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. CBT ചെയ്തപ്പോ നന്നായിട്ട് ആള് ഓക്കെ ആയി. അപ്പൊ എനിക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റിയ ആൾക്ക് ആര് പറഞ്ഞതും അല്ല ആളെ വല്ലാതെ പ്രയാസത്തിലാക്കിയ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പ്രാവശ്യം. കാരണം ഈ കുട്ടി ഭയങ്കരമായിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ജലസ് കാരണം ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു കുറവ് പറയണല്ലോ. അങ്ങനെ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വായിൽ നിന്ന് ഇതേ സംഭവം കേട്ടു. അത് ആളെ വല്ലാതെ ഇതാക്കി. അങ്ങനെ കുറെ ബുള്ളിങ്ങിന്റെ കുറെ കേസസ് വരാറുണ്ട്. ബുള്ളിങ് ചെയ്തിട്ട് പക്ഷെ അത് പാരന്റ്സിനോടും കുട്ടികൾ അങ്ങനെ പറയില്ല. ബിക്കോസ് അവർക്ക് അതും പേടിയാ. ഇത് പറഞ്ഞാ, ഇത് സ്കൂളിൽ പോയിട്ട് അവർ പറഞ്ഞാ അമ്മ കുട്ടിയാന്ന് പറഞ്ഞിട്ട് വീണ്ടും ബുള്ളി ചെയ്യും. ആൺകുട്ടികളായിരിക്കും മോസ്റ്റ്ലി. അപ്പൊ ഈ ആൺകുട്ടികളെ കളിക്ക് അമ്മടുത്ത് പറയുന്നൊക്കെ പറഞ്ഞാൽ അതും അവർക്ക് നാണക്കേടാ. പാരന്റ്സിനോടൊക്കെ പറഞ്ഞ പാരന്റ്സിനെ കൊണ്ടുവന്ന അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കളിയാക്കലുണ്ടാവും. അപ്പൊ അവരതും പറയില്ല. പക്ഷെ അത് അവരുടെ ബിഹേവിയറിലും പെർഫോമൻസ്, സ്കൂൾ പെർഫോമൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡിക്ലൈൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൺസേൺ ആയിട്ട് പഠന പെട്ടെന്ന് പഠിക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പാരന്റ്സ് കൊണ്ടുവരിക. നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ പെട്ടെന്ന് ഇതിലൊക്കെ ഇങ്ങനെ ഇതാവണു പറഞ്ഞിട്ടൊക്കെ പാരന്റ്സ് കൊണ്ടുവരിക. പക്ഷെ അവസാനം നോക്കുമ്പം സ്കൂളിൽ ഇങ്ങനത്തെ ബുള്ളിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും റൂട്ട് കോസ് ആയിട്ട്. അങ്ങനത്തെയും കേസസ് വരാറുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Recording stopped. പറയാത്ത കുട്ടികളെ ഞാനീ പറഞ്ഞ കുട്ടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാം മനസ്സിലാക്കുകയും ഇതാക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്തോ ഇങ്ങനെ ഒന്നും ഓപ്പൺ ആയിട്ട് പറയാത്തത് പാരന്റ്സിനോടൊക്കെ. അവർക്ക് തന്നെ ഒരു ഇതുണ്ട് തോന്നുന്നു, ഫീൽ ചെയ്തു. കാരണം അല്ലാതെ ഉള്ള നോർമൽ ഇങ്ങനെ എന്താ പറയുക എല്ലാ സംഗതിയും പറയുകയും പിന്നെ അത്രയോ അതൊന്നും അധികം ആലോചിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. അതെ, അത് യൂഷ്വലി ഇപ്പൊ ഇതൊക്കെ വരുന്നത് ഒരു ആൻഷ്യസ് പേഴ്സണാലിറ്റി ഉള്ള കുട്ടികൾക്കായിരിക്കും. അവിടെ നോക്കുമ്പോൾ നമ്മൾ മിക്കവാറും ആ കുട്ടിയുടെ പാരന്റ്സിൽ ആരെങ്കിലും അമ്മ പ്രത്യേകിച്ച് ആൻഷ്യസ് ആയിരിക്കും. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും കുട്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ആൻഷ്യസ് പേഴ്സണാലിറ്റി ഉള്ള കുട്ടികൾക്കാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അത് ഓക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ കളർ കുഴപ്പം അത് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ, ഫ്യൂച്ചർ ആലോചിച്ചുള്ള പേടി, എക്സാം വരുമ്പോ ഉള്ള പേടി, മാർക്ക് കുറഞ്ഞ എന്താവും, അങ്ങനെ ചെയ്താൽ ടീച്ചർ എന്തെങ്കിലും പറയും, അമ്മ എന്തെങ്കിലും പറയും. അങ്ങനെ ഫ്യൂച്ചർ ഔട്ട്കംസിനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ഔട്ട്കം വരുന്ന വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ ഒരു ഇത് ആൻഷ്യസ് പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളിൽ കാണും. അങ്ങനത്തെ കുട്ടികളാണ് പെട്ടെന്ന് ഈ ബുള്ളിങ്ങും ഇതൊക്കെ വല്ലാണ്ട് അവരെ ബാധിക്കുക. ബാക്കി
അല്ലാത്ത ചില കുട്ടികൾ അത് മൈൻഡ് ആക്കാതിരിക്കും, തിരിച്ചു പറയണ കുട്ടികളുണ്ട്. ഇത് വീട്ടിൽ വന്ന് ചിലപ്പോ കരഞ്ഞോണ്ടൊക്കെ തന്നെ, പക്ഷെ വീട്ടിൽ വന്ന് പറയാതെ അവരങ്ങനെ ഒരു ലോങ് ടേം എഫക്ട് ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും. ലോങ് ടേം ആയിട്ട് അത് അവരങ്ങനെ ബാധിക്കില്ല. അത് ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു, അത് വിഷമായി വീട്ടിൽ വന്ന് പറഞ്ഞു, പാരന്റ്സ് സ്കൂളിൽ പോയി പറഞ്ഞു, അപ്പോഴേക്കും അത് കുട്ടിക്ക് ഓക്കെ ആവും. അങ്ങനത്തെ കുട്ടികളും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ അവരവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും കുട്ടികളുടെ ഇത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇതുവരെ പഠിപ്പിച്ച എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വന്നാൽ നമുക്ക് നാളെ അത് ക്ലിയർ ചെയ്യാം. നാളെ ജവാദ് സാർ ഉണ്ടാവും. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഡയഗ്നോസിസിനെ കുറിച്ച്, ഈ ഓട്ടിസം, ADHD, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ് കുറെ കണ്ടില്ലേ, അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വന്നാൽ സാർ നാളെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. നമ്മുടെ ഗ്രൂപ്പ് കുറച്ചു കാലത്തേക്ക് എന്തായാലും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യോ? അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒക്കെ ഒന്ന് ചോദിക്കാൻ. നമ്മൾ ഇതിന്റെ മുമ്പത്തെ ബാച്ചിന്റെ ഗ്രൂപ്പും ഇപ്പോഴും ഇതിന്റെ ലിങ്ക് അതിലും ഇടാറൊക്കെ ഉണ്ട്. അതിലും എന്തെങ്കിലും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ക്ലാസ്സസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഈ ചെയ്യണം. ഗ്രൂപ്പ് റിമൂവ് ചെയ്യില്ലല്ലോ, കാരണം ഇതിലുള്ള PDF ഒന്നും ഇതുവരെ പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഗ്രൂപ്പ് എടുത്ത് കളയൊന്നും അവിടെ തന്നെ ഉണ്ടാവല്ലോ. അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങള് വേഗം ഡൗൺലോഡ് അത് അവിടെ തന്നെ ഉണ്ടാവല്ലോ. ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അയക്കാനൊക്കെ പറയും. അപ്പൊ ഇടണ ഐറ്റംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത്. പിന്നെ ഇടയ്ക്ക് ഡൗട്ട് ആയിട്ട് വരിക, ശ്രുതി മാം സഹകരിക്കണം. ഓ, ഇപ്പോഴും പഴയ ബാച്ച് അതുപോലെ ഡൗട്ട് ആയിട്ട് വന്നാലേ, ഒന്നുമില്ല. ഡൗട്ട് ആയിട്ട് വന്ന് നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. സമയമുള്ള സമയത്ത് റിപ്ലൈ ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾ കേസൊക്കെ എന്തെങ്കിലും നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള പെർപ്പസിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലും നിങ്ങൾ സ്കോറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് എനിക്കും കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചെന്നാ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കി ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം അത് ശരി തന്നെയാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. ക്ലാസ്സിന്റെ സമയത്ത് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇതിപ്പോ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ഡൗട്ടുകൾ വരുന്നത്. ഡൗട്ട് വരുന്നത് അതാ നമ്മൾ പറഞ്ഞത്. ഓരോ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അത് ഒന്ന് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, അപ്പോഴേ അതൊരു ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ BKT ഒക്കെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോ പല ഡൗട്ടും ഉണ്ടാവും. BKTയും പഠിപ്പിച്ചത് അത് കുറെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര. അപ്പൊ BKT കൂടെ ഇന്ന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നാളെ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. BKT ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റാ. ഓക്കെ. പിന്നെ അത് എപ്പോഴാണേലും ക്ലാസ് ഒക്കെ കഴിഞ്ഞാലാണേലും നമുക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ശരിയാ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ യു കൻ ലീവ്. ഗുഡ് നൈറ്റ്.